നമസ്കാരം. നമ്മൾ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ വിഷയം ഇതാണ്: ഗാന്ധിവധം, വെടിയുണ്ടയോ പൂമാലയോ എന്നുള്ളതാണ് വിഷയം. ആ വിഷയത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് സൂചിപ്പിക്കാം. 2019 ഡിസംബറിലാണെന്ന് തോന്നുന്നു, കണ്ണൂരിൽ വെച്ച് നടന്ന എസൻസ് ഗ്ലോബലിൻ്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് ശ്രീ നവനാസ്തികനായിട്ടുള്ള സി രവിചന്ദ്രൻ ഗാന്ധിവധത്തിന് പുറകിലുള്ള വസ്തുതകൾ അന്വേഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രഭാഷണമാണ് ഇന്നത്തെ ഈ ചർച്ചയുടെ ഒരു കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആ പ്രഭാഷണം കേരളത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടാക്കി. അതിനനുകൂലിച്ചും എതിർത്തും ഒക്കെയുള്ള വാദമുഖങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ ഒരു സാംസ്കാരിക രംഗത്ത് നിന്ന് ആ പ്രഭാഷണത്തെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ഒരു വിമർശനം കടന്നു വരുന്നത് ശ്രീ എം.എൻ. കാരശ്ശേരിയുടെയാണ്. അപ്പോൾ കാരശ്ശേരി മാഷ് അയർലൻഡിൽ വെച്ച് ഡബ്ലിൻ ബിനുവുമായി ഈ പ്രഭാഷണത്തിലെ വിഷയങ്ങളെ അധികരിച്ച് നടത്തിയ ഒരു ചർച്ച, ഒരു സംഭാഷണം. ആ സംഭാഷണം ഇന്ന് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം ഇവിടെ ലഭ്യമാണ്. ആ പുസ്തകം ഇതാണ്: ഗാന്ധിവധം, സി രവിചന്ദ്രന് എം.എൻ. കാരശ്ശേരിയുടെ മറുപടി എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. ഇതാണ് പുസ്തകം. അപ്പോൾ ഒരു വശത്ത് രവിചന്ദ്രൻ ഉയർത്തിയ എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഗാന്ധി വധത്തെ നീതീകരിക്കാൻ വേണ്ടി ഗോഡ്സെ അവതരിപ്പിച്ച വാദമുഖങ്ങളെ ഏതാണ്ട് അപ്പടി, മുഴുവനായുമല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന വാദമുഖങ്ങളെ എടുത്ത് പുനരവതരിപ്പിക്കുകയാണ് രവിചന്ദ്രൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വസ്തുതകൾ വെറുതെ വിശദീകരിക്കുന്നു എന്ന ഒരു വ്യാജേന ഒരു അവതരണം നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ എന്തെങ്കിലും വാദമുഖങ്ങൾ അതിനകത്ത് അവതരിപ്പിച്ചതായിട്ട് കണ്ടിട്ടില്ല. ആ വാദമുഖങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് കാരശ്ശേരി മാഷ് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് ഈ പുസ്തകം. ആ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ചർച്ച നടത്തുന്നത്. നമുക്കറിയാം, ഗാന്ധി ഒരു വിഷാദം നിറഞ്ഞ ഒരു ഓർമ്മയാണ് നമ്മളെ സംബന്ധിച്ച് ഗാന്ധിവധം എന്നത്. അപ്പം അതിന് പല കാരണങ്ങളും ഗോഡ്സെ നിരത്തുന്നുണ്ട്. പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായ ഒരു കൊലപാതകമെന്ന് രവിചന്ദ്രൻ ഗാന്ധിവധത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരശ്ശേരി മാഷും ആ കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. ഇത് പൊളിറ്റിക്കലായ ഒരു കൊലപാതകമാണ്. പക്ഷേ കൊലപാതകത്തിൻ്റെ കാരണമായിട്ട് പറയുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഗോഡ്സെ ചൂണ്ടിക്കാണിച്ചത് അത് തന്നെ രവിചന്ദ്രനും അവതരിപ്പിക്കുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ, രവിചന്ദ്രൻ്റെ പ്രഭാഷണത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ, അത് രവിചന്ദ്രൻ കൂടെ യെസ് പറയുന്ന, അംഗീകരിക്കുന്ന, സാധൂകരിക്കുന്ന അഭിപ്രായങ്ങളായിട്ട് തോന്നിപ്പോവുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനത്തിന് ഗാന്ധിയാണ് കാരണക്കാരൻ എന്നുള്ളതാണ്. അത് ഗോഡ്സെയുടെ വാദമാണ്. അത് അതേപടി അത് പുനരവതരിപ്പിക്കുന്നു. പക്ഷേ അതിനെ ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ ഇത് എൻ്റെ അഭിപ്രായമാണെന്ന് പറയാനോ രവിചന്ദ്രൻ തുനിയുന്നില്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് അത്തരം ഒരു പ്രതീതിയാണ് ഉണ്ടാവുക. അപ്പോൾ യഥാർത്ഥത്തിൽ വിഭജനത്തെക്കുറിച്ചുള്ള രവിചന്ദ്രൻ്റെ അല്ലെങ്കിൽ ഗോഡ്സെയുടെ അഭിപ്രായം, അല്ലെങ്കിൽ മുസ്ലിം അപ്പീസ്മെൻ്റ്, ഗാന്ധി മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു എന്ന ഗോഡ്സെയുടെ അഭിപ്രായം, അല്ലെങ്കിൽ അതുപോലെ സിമിലറായ മറ്റു പലതും, ഗാന്ധി ഹിന്ദുക്കളെ ഷണ്ഡീകരിച്ചു എന്ന ഗോഡ്സെയുടെ അഭിപ്രായം, ഇത്തരം പല അഭിപ്രായങ്ങളോടുമുള്ള ഒരു പ്രതികരണമാണ് കാരശ്ശേരി മാഷുടെ ഈ ഡബ്ലിൻ ബിനു എഴുതിയ ഈ പുസ്തകം. അപ്പം ഞാൻ തൽക്കാലം എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ വ്യക്തിപരമായിട്ട് റിസർവ് ചെയ്യുകയാണ്. എന്തായാലും അതിൻ്റെ ചർച്ചയുടെ പശ്ചാത്തലം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ 4 പ്രഗത്ഭ വ്യക്തികളുണ്ട്. അതിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന സാംസ്കാരിക പ്രവർത്തകനായ വേണുചേട്ടനുണ്ട്. പിന്നെ അതുപോലെ അഡ്വക്കേറ്റ് സാബു ഫിലിപ്പുണ്ട്.
പ്രശാന്ത് പത്മനാഭനുണ്ട്, സജീവൻ അന്തിക്കാടുമുണ്ട്. ഇവിടെ ഇവർക്കാർക്കും ആരെയും ഇവിടെ സദസ്സിന് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് അഡ്വക്കേറ്റ് സാബു ഫിലിപ്പിനെയാണ്. അതിന് മുൻപ് ഈ ചർച്ച ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഓരോ സ്പീക്കേഴ്സിനും 10 മിനിറ്റ് ആദ്യം നമുക്ക് നൽകാം. ഏതാണ്ട് 10 മിനിറ്റ്. നമുക്ക് ഒരു പ്ലസ് ഓർ മൈനസ് 1-2 വ്യത്യാസം വരുന്നുണ്ട്, വലിയ അപകടം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതിനുശേഷം വീണ്ടും ഒരു മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ കേട്ടതിന് ശേഷം വീണ്ടും ഒരു 4-5 മിനിറ്റും കൂടെ സംസാരിക്കാനുള്ള സമയം നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ ഒരു 10 മിനിറ്റെങ്കിലും സംസാരിക്കാനുള്ള ഒരു ചാൻസ് തന്ന എൻ്റെ സംഘാടകർക്ക് നന്ദി പറയുന്നു. ഞാനൊരു ഗാന്ധി എക്സ്പേർട്ടല്ല. ഇവിടെ ഇന്നത്തെ വിഷയം 3 പേരാണ്. ഒന്ന് ഗാന്ധി, രവിചന്ദ്രൻ, MN കാരാശ്ശേരി. 3 വ്യക്തിത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയാണ്. ഞാൻ ഈ 3 പേരിലും എക്സ്പേർട്ടല്ല. അല്പമെങ്കിലും എനിക്ക് അടുത്തറിയുന്ന ആൾ C രവിചന്ദ്രൻ തന്നെയാണ്. കാരാശ്ശേരി മാഷെ പല വീഡിയോകൾ കണ്ടിട്ടുണ്ട്, ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. ഗാന്ധിയെപ്പറ്റിയും അതുപോലെ പഠിച്ചിട്ടുണ്ട്. ഗാന്ധി ഞാൻ അക്കാഡമിക്കലായിട്ട് ഹിസ്റ്ററിക്കും സോഷ്യോളജിയിലും ഗാന്ധിയെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പണ്ട് കാലത്താണ്. അദ്ദേഹത്തോടുള്ള താല്പര്യം കുറഞ്ഞതുകൊണ്ട് ഞാൻ തുടർന്ന് പഠിച്ചില്ല. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഗാന്ധിയെപ്പറ്റി പഠിച്ചത് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു എന്നാണ്. ഒറ്റ വ്യക്തി. അപ്പോൾ നമ്മളെല്ലാം മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് വളർന്നു വന്നത്. പിന്നീട് കുറേ കഴിഞ്ഞ് ഞാനൊരു 10-20 വയസ്സിൽ കൽക്കട്ടയിൽ പോയി. ബ്രിട്ടീഷുകാർ പണിതൊരു നഗരം. ബ്രിട്ടീഷുകാരുടെ കുറേ ചിഹ്നങ്ങളും അവരുടെ കുറേ അടയാളങ്ങളൊക്കെ അവിടെ വകവെച്ചിട്ടുണ്ട്. അവിടെ ജീവിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ തന്നെ ഇന്ത്യ ഭരിക്കുമായിരുന്നെങ്കിൽ ഞാനൊരു ബ്രിട്ടീഷ് പൗരനായിരുന്നേനെ. എനിക്കും ബ്രിട്ടനിൽ പോയി ജീവിക്കാമായിരുന്നു. ബ്രിട്ടീഷ് പൗർ എന്ന നിലയ്ക്ക് പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ വല്ല ട്രെയിനിലോ കപ്പലിലോ കയറിപ്പോയി ബ്രിട്ടനിൽ ജീവിക്കായിരുന്നു എന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഗാന്ധിയോട് ചെറിയൊരു പക തോന്നി. ഇദ്ദേഹം കാരണമല്ലേ ബ്രിട്ടൻ ഇവിടുന്ന് ഓടിപ്പോയത്, എൻ്റെ ചാൻസ് നഷ്ടപ്പെടുത്തിയില്ലേ എന്ന് തോന്നി. പിന്നീട് ഞാൻ ഗാന്ധിയെ ഹിസ്റ്ററിയിൽ പഠിക്കുകയാണ്. BA ഹിസ്റ്ററി ആയിരുന്നു. അതിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഗാന്ധിയുണ്ട്. അപ്പോൾ ഗാന്ധി മാത്രമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്. നെഹ്റു ഉണ്ട്, പട്ടേലുണ്ട്, പലരുമുണ്ട്. ഇവരെക്കാളൊക്കെ ഉപരിയായിട്ട് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും ശ്രമഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജിൽ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ മാത്രമല്ല, 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്നു പോയ ബ്രിട്ടന് ഇന്ത്യയെപ്പോലെ ഇത്രയും വലിയ ഒരു കോളനിയെ പിടിച്ചു നിർത്താൻ, മിലിറ്ററിയിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഇതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. 2ാം ലോക മഹായുദ്ധത്തിൽ ടെക്നിക്കലി ജയിച്ചെങ്കിലും നട്ടലൊടിഞ്ഞൊരു പാമ്പിനെ പോലെ ആയിരുന്നു ബ്രിട്ടൻ. അവർക്ക് ഈ വലിയ കോളനി, ഈ കോളനി മാത്രമല്ല മറ്റു പല കോളനികളും വിട്ടുകൊടുക്കേണ്ടി വന്നു. അതൊരു പ്രധാന കാരണമാണ് ഇന്ത്യ വിട്ടു പോകാനുള്ളത്. ഞാൻ അവിടെ പഠിച്ചു. ഏറ്റവും അവസാനം 2 ആഴ്ച മുമ്പ് ഇതുപോലെ മറ്റൊരു പ്രഭാഷണത്തിൽ ഞാൻ ഇസ്രയേൽ പലസ്തീൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ ഈ പലസ്തീൻ രാജ്യം, ആ പ്രദേശം ബ്രിട്ടൻ 47-ലെ UN പാർട്ടീഷൻ പ്ലാൻ അനുസരിച്ച് പാർട്ടീഷൻ ചെയ്യുകയും 1948 ബ്രിട്ടൻ വിട്ടുപോവുകയും ചെയ്തു. ആ വിടാനുള്ള തീരുമാനവും ഇന്ത്യയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനവും പരസ്പരം ബന്ധപ്പെട്ടതാണെന്നും സൂയസ് കനാൽ വഴിയായിരുന്നു ഇന്ത്യയെ നിയന്ത്രിക്കാനുള്ള മെറ്റീരിയലും മെന്നും മിലിറ്ററി മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത് ആ വഴിയായിരുന്നു. അപ്പോൾ ആ വഴിയിലുള്ള ബ്രിട്ടൻ്റെ ഒരു ആധിപത്യം തകർന്നപ്പോൾ അതും ഇന്ത്യയെ റിലീസ് ചെയ്യാൻ, വിട്ടുകൊടുക്കാൻ ഒരു കാരണമായിരുന്നു എന്ന് ഞാൻ പഠിച്ചു. അത് 2 ആഴ്ച മുമ്പ് പഠിച്ചൊരു കാരണമാണ്. അപ്പം ഞാൻ വായിക്കാത്ത, പഠിക്കാത്ത നിരവധി കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിയല്ല എന്ന് ഞാൻ വളരെ വൈകി മനസ്സിലാക്കി. ഇനി ഈ പുസ്തകത്തെ പറ്റിയാണ്. ഞാൻ വെടിയേറ്റ വൻമരം എന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ മാത്രമാണ് അത് കണ്ടത്. 1.5 മണിക്കൂർ സമയമുണ്ട്. അത്രയും സമയമുള്ള വീഡിയോ കാണാനുള്ള ക്ഷമ എനിക്കില്ല. എങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ കേട്ടു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത്
വൈ ഐ കിൽഡ് ഗാന്ധി എന്ന് പറഞ്ഞ ഗോഡ്സെയുടെ ഒരു പുസ്തകം, അയാളുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ എഴുതി പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. 1993 പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിൽ നാഥുറാം ഗോഡ്സെയെ കോടതി ട്രയൽ നടത്തുമ്പോൾ അദ്ദേഹം കോടതിയിൽ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് അതേപടി പകർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ്, മറ്റൊരാൾ കേട്ട് പറയുന്നതല്ല. ആ ബുക്ക് എനിക്ക് കുറിയറിൽ അയച്ചു തന്നു ഒരു സുഹൃത്ത്. അത് വായിച്ചു. അതിൻ്റെ കൂടെ ഡബ്ലിൻ ബിനുവിൻ്റെ പുസ്തകം മിനിഞ്ഞാന്ന് അജേഷ് അയച്ചു തന്നു, അതും വായിച്ചു. വെടിയേറ്റ വൻമരം കേട്ടു. എനിക്കറിയുന്ന വളരെ പരിമിതമായ ഗാന്ധിയെക്കുറിച്ചുള്ള അറിവ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്ക്, അതും ഈ 3 സോഴ്സും കൂടെ വളരെ ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ എൻ്റെ തൊഴിലിൻ്റെ കൂടെ, ഞാൻ വക്കീലാണ്, ഞാൻ വലിയൊരു വക്കീലല്ല, എനിക്ക് താഴെ ഒരുപാട് ജൂനിയേഴ്സൊന്നുമില്ല, ഞാൻ തന്നെയാണ് ടൈപ്പിങ്ങും ഡ്രാഫ്റ്റിങ്ങും ഫയലിങ്ങും ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ആ തിരക്കിൻ്റെ കൂടെ ഇത്രയും പുസ്തകങ്ങൾ ഈ 10 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി എനിക്ക് വായിക്കേണ്ടി വന്നു. മറ്റൊന്നിനുമല്ല, എൻ്റെ അജേഷ് കുമാർ എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. അജേഷ് വിളിച്ചതുകൊണ്ട് മാത്രം വലിയ ജ്ഞാനമില്ലാത്തൊരു മേഖലയിൽ സംസാരിക്കാൻ ഞാൻ വരികയത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ബിനു ഡബ്ലിൻ, ഒരു വളരെ വിചിത്രമായൊരു പേരാണ് ബിനു ഡബ്ലിൻ. ആ ഡബ്ലിൻ ബിനു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ, കാരാശ്ശേരി മാഷോ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ സത്യത്തിൽ രവിചന്ദ്രൻ്റെ ചോദ്യങ്ങളല്ല. അദ്ദേഹം രവിചന്ദ്രൻ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ ഊഹിച്ചിരിക്കുമെന്നോ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പല ചോദ്യങ്ങളും അങ്ങനെയാണ്. അവിടെ തന്നെ ആ പുസ്തകത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. കാരശ്ശേരി മാഷ് പറഞ്ഞ മറുപടിയൊക്കെ എനിക്കിഷ്ടപ്പെട്ടു, നല്ല മറുപടിയാണ്. പിന്നെ രവിചന്ദ്രൻ്റെ വീഡിയോയിലും ഞാൻ സൂക്ഷിച്ച് 2 പ്രാവശ്യം ഓടിച്ച് കേൾക്കേണ്ടി വന്നു, സ്പീഡ് കൂട്ടി കേട്ടു. അയാൾ വസ്തുതകൾ പറയാണ്. മഹാത്മാഗാന്ധിയെ ഒരാൾ വെടിവെച്ച് കൊന്നു. ഞാനൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചത് ഒരു ഹിന്ദു മതഭ്രാന്തൻ ഗാന്ധിയെ വെടിവെച്ച് കൊന്നതാണ്. ഒരു ഡീറ്റെയിൽസും ഇല്ല. അയാൾ എന്തിനു കൊന്നു, അയാൾ ആരാണ്, ആർക്കും അറിയില്ല, ആർക്കും താല്പര്യമില്ല. ഹിന്ദു മതഭ്രാന്തൻ. ആ മതഭ്രാന്തൻ ആരാണ്, അയാൾ എന്തിനു കൊന്നു എന്ന് വിശദമായിട്ട് 1.5 മണിക്കൂർ കൊണ്ട് രവിചന്ദ്രൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അത് കേരളത്തിൽ എൻ്റെ അറിവിൽ, എൻ്റെ പരിമിതമായ അറിവിൽ കേരളത്തിലുള്ള സാഹിത്യകാരന്മാരോ മറ്റെഴുത്തുകാരോ രാഷ്ട്രീയക്കാരോ ചരിത്രകാരന്മാരോ ആരും അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ആ വസ്തുതകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ വായിച്ച വൈ ഐ കിൽഡ് ഗാന്ധി എന്നുള്ള പുസ്തകം രവിചന്ദ്രനും വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. കാരണം രവിചന്ദ്രൻ്റെ പ്രഭാഷണം കേട്ടാൽ ഈ ഗോഡ്സെ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ അയാളുടെ വെർഷൻ ഇതായിരുന്നു. അയാൾ വെറുതെ കൊണ്ട് വെടിവെച്ചു വന്ന് അയാൾ പിടിച്ച് തൂക്കിക്കൊല്ലില്ല. ഏതൊരു 1.5 കൊല്ലം ട്രയൽ നടത്തി. ആ കാലഘട്ടത്തിൽ അയാൾ സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റാണത്. എത്രയോ പേജ് അത് എഴുതി അയാൾ സബ്മിറ്റ് ചെയ്യുന്നു. അയാൾ കുറ്റം ഏൽക്കുന്നു, വധശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് ചിരിച്ചുകൊണ്ട് കൊല്ലപ്പെടുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് പറയാനുള്ളത് കൂടെ നമ്മൾ കേൾക്കണമെന്നും, അത് പറയുന്ന ആളെ അയാൾ പറയുമ്പോൾ ചിരിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പൂമാല, അതൊക്കെ രവിചന്ദ്രൻ്റെ ഒരു സ്റ്റൈലാണ്. അയാൾക്കൊരു പ്രത്യേക സ്റ്റൈലുണ്ട്. അയാൾ ബേസിക്കലി, ഞാൻ ഈ കഴിഞ്ഞ 15 വർഷം രവിചന്ദ്രനെ കണ്ടും കേട്ടും പറയാണ്, ബേസിക്കലി പുള്ളി ഒരു ചെറിയ പുച്ഛിസ്റ്റാണ്. പുള്ളി എന്ത് പറയുമ്പോഴും ചെറിയൊരു പുച്ഛുണ്ടാവും. അത് അയാളുടെ സ്റ്റൈലാണ്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇയാൾ പുച്ഛിച്ച് പറയുമ്പോൾ കേട്ട് ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് അയാൾ ഒരു VIP ആയി മാറിയത് കേരള സമൂഹത്തിൽ. അപ്പോൾ അതിൽ രവിചന്ദ്രൻ പറഞ്ഞ പോയിന്റുകൾ, ഈ നടന്ന സംഭവം ഫാക്ട്സ് അയാളുടേതായ ശൈലിയിൽ അവതരിപ്പിക്കുക മാത്രമാണ് ആ വീഡിയോ ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഗോഡ്സെ പക്ഷപാതം ഉണ്ടോ എന്ന് ഞാൻ സൂക്ഷിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്ന കക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ആ കക്ഷിയും അതേ മാനസിക നിലയുള്ളവരാണ്. 37% ജനങ്ങൾ 19-ലും 24-ൽ 36% ജനങ്ങൾ വോട്ട് ചെയ്ത് അതിൻ്റെ പകുതി വോട്ട് പോലും മറ്റൊരു പാർട്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന് ഇന്ത്യയിൽ ഏറ്റവും വലിയ സപ്പോർട്ട് കിട്ടുകയാണ്. അത് കട്ടിങ് അക്രോസ് ഓൾ, ഇൻക്ലൂഡിങ് കേരള. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 20% വോട്ടാണ്. ആ 20% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 99% ഹിന്ദുക്കളുടെ വോട്ടാണ് BJP കിട്ടിയത്. 1% മറ്റുള്ളവരുടെ കുട്ടിക്കും.
അപ്പോൾ ഹിന്ദുക്കൾ ഇന്ത്യയിൽ കേരളത്തിൽ ഇപ്പോൾ 50 താഴെയുള്ളൂ, 50% താഴെ ഇപ്പോൾ ലെസ് ദാൻ 50%. അതിൻ്റെ ഈ 20% പറഞ്ഞാൽ 40% ഹിന്ദുസ് ഇൻ കേരള വോട്ടഡ് ടു BJP. അത് ഓൾ ഇന്ത്യ ആവറേജ് എടുത്താൽ കേരളത്തിലും സെയിം അവസ്ഥയാണ്. അപ്പോൾ ഗോഡ്സെക്ക് നേരിട്ട് പുകഴ്ത്തുന്നില്ലെങ്കിലും, ഗോഡ്സെക്ക് വേണ്ടി കവിതകൾ പാടുന്നില്ലെങ്കിലും, ഗോഡ്സെ ചെയ്തത് വലിയ തെറ്റൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇന്ത്യയിലുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് രവിചന്ദ്രൻ. ഇവിടെ ആരെങ്കിലും പറഞ്ഞു വെക്കുകയാണെങ്കിൽ എൻ്റെ ചോദ്യം, സോ വാട്ട്? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം അങ്ങനെ ചിന്തിക്കുന്നു. ആ ചിന്തയ്ക്കാണ് ഇന്ന് ഇന്ത്യയിൽ പ്രാബല്യം. അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. 3ാമത്തെ പ്രാവശ്യം ഭരിക്കുകയാണ്. ആക്സിഡൻറ്റിൽ പെട്ട് ഭരിക്കുന്നതല്ല, 3ാമത്തെ പ്രാവശ്യം ജനങ്ങളുടെ വോട്ട് കൊണ്ട് വാങ്ങി ഭരിക്കുകയാണ്, ജനാധിപത്യ പ്രക്രിയ കൂടെ. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, രവിചന്ദ്രൻ അദ്ദേഹത്തെ ഗോഡ്സെയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ചെയ്തിരിക്കുന്നത്. അത് ആളുകൾക്ക് തോന്നുന്നതായിരിക്കാം. അയാളുടെ ശൈലി അങ്ങനെയാണ്, അയാളുടെ എല്ലാ പ്രഭാഷണങ്ങളിലും അയാളുടെ ശൈലി അങ്ങനെയാണ്. ബാക്കി ഞാൻ അടുത്ത സ്റ്റേജിൽ പറയാം. താങ്ക് യു. ഞാനിവിടെ 1-2 ചെറിയ സംശയങ്ങളുണ്ട് എനിക്ക്. അത് ഞാനിവിടെ ജസ്റ്റ് രേഖപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത മറുപടിയിൽ ഒരുപക്ഷെ അതും കൂടെ കൂട്ടിച്ചേർത്ത് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തേത്, ഈ ഗോഡ്സെയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു ഡോക്യുമെൻ്റ് എന്നതിനപ്പുറത്ത് ഒരു ഫാക്ച്വൽ ഡോക്യുമെൻ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഡോക്യുമെൻറ്റും വസ്തുതാപരമായൊരു ഡോക്യുമെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊരു പ്രശ്നം. അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞത് മുഴുവൻ അച്ചട്ടായി അത് ശരിയാണ്, 100% ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഒരുപാട് വസ്തുതകൾക്ക് നിരക്കുന്ന വിവരങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു പോയിൻ്റ്. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഇപ്പോൾ അവസാനം പറഞ്ഞ വളരെ രസകരമായൊരു സംഗതിയായി. സത്യത്തിൽ ഈ BJPയുമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ച് അവസാനം സൂചിപ്പിക്കുകയുണ്ടായി. അത് BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും BJPക്ക് വോട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ മഹാഭൂരിപക്ഷം BJP അനുകൂലികളും ഈ ഗോഡ്സെയെ പിന്താങ്ങുന്നു എന്ന മട്ടിലുള്ള ഒരു വാദമാണ് അവസാനം ഉന്നയിച്ചത്. അത് ഇവിടുത്തെ ഭൂരിഭാഗം ഹിന്ദുക്കളും BJPക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ BJPയുടെ വോട്ട് ശതമാനം 1/3 അല്ല എന്നുള്ളത്, അതിനേക്കാൾ എത്രയോ കൂടുതൽ വരേണ്ടതാണ് എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു അതിന് മറുപടി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഈ രവിചന്ദ്രൻ്റെ പുസ്തകത്തെക്കുറിച്ചല്ല, കാരശ്ശേരി മാഷുടെ ഈ ഡബിൾ ഇമ്പിനു എഴുതിയ സമാഹരിച്ച ഒരു കുറിപ്പുകൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ കാരശ്ശേരി മാഷ് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും പക്ഷെ അതിനെ ഖണ്ഡിക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ അത് വസ്തുതാപരമാണെന്ന് പറയുമ്പോൾ ഏതാണ്ട് ആ രീതിയിലാണ് അഡ്വക്കേറ്റ് സംസാരിച്ചത്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രവിചന്ദ്രൻ ഉന്നയിച്ച വാദങ്ങൾ, അവതരിപ്പിച്ച വസ്തുതകളെന്ന് പറയാൻ കഴിയില്ല. ആ അഭിപ്രായങ്ങളാണ് ഖണ്ഡിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. രവിചന്ദ്രൻ്റെ പ്രഭാഷണത്തിൽ എനിക്ക് തോന്നിയത്, അവതരിപ്പിക്കുന്നത് ഗോഡ്സെയുടെ വാദങ്ങളാണെങ്കിൽ പോലും അതിനെ ഒരു വസ്തുതകൾ അവതരിപ്പിക്കുന്ന ഒരാളുടെ ചുമതല ആ വാദങ്ങളിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി പറയുക എന്നുള്ളതാണ്. കാരണം ഒരു നിഷ്പക്ഷത നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഉപയോഗിക്കുന്ന വാദങ്ങളിൽ ഒരു 10-12 പോയിന്റുകളിൽ ഞാൻ പരിശോധിച്ചതിൽ മിക്കവാറും വസ്തുതാപരമല്ല. ഒറ്റ ഉദാഹരണം, അത് കഴിഞ്ഞ് ഞാൻ വേണുചേട്ടിലേക്ക് വരാം. ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയുടെ വിഭജനത്തിന് ഉത്തരവാദി ഗാന്ധിയാണ് എന്നുള്ളതാണ്. വിഭജനം, ഇന്ത്യ ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്ന സങ്കല്പം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ആരാണ്? നമ്മൾ പലരും സാധാരണഗതിയിൽ പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് ജിന്നയാണെന്നാണ്. ജിന്നയ്ക്കും എത്രയോ മുമ്പ് സവർക്കർ അത് പറഞ്ഞു. സവർക്കർക്കും മുമ്പ് അത് ഹിന്ദു മഹാസഭയുടെ, ഹിന്ദുസഭ എന്നാണ് അതിൻ്റെ പേര് എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്, ലാൽചന്ദ് ഇന്ത്യ എന്നത് 2 വിഭിന്ന രാജ്യങ്ങളാണെന്ന് 1907-8 പറഞ്ഞു കഴിഞ്ഞു. അപ്പം ലീഗ് ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു വിഘടനവാദം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ ഹിന്ദു തീവ്രവാദികൾ അത് ഉന്നയിച്ചു കഴിഞ്ഞു. 1890 മറ്റൊക്കെയാണ് ബങ്കിംചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എഴുതുന്നത്. ആ ആനന്ദമഠം എഴുതിയപ്പോൾ നമ്മുടെ വക്കീൽ പറഞ്ഞതുപോലുള്ളൊരു വാചകം അന്ന് ആനന്ദമഠം പ്രകാശിപ്പിച്ചുകൊണ്ട് ബങ്കിംചന്ദ്ര ചാറ്റർജി പറയുന്നുണ്ട്. ആ വാചകം വളരെ രസകരമാണ്. അതായത് ഈ ബ്രിട്ടീഷുകാർ തന്നെ ഇന്ത്യ ഭരിച്ചാൽ മതി, കാരണം ബ്രിട്ടീഷുകാർ ഈ ഭരണം ഉപേക്ഷിച്ച പിന്നെ ഇവിടെ മുസ്ലിങ്ങൾ വരും എന്ന് ബങ്കിംചന്ദ്ര ചാറ്റർജി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സാറിൻ്റെ ആ
പിന്നെ ബ്രിട്ടീഷുകാർ തന്നെ ഭരിച്ചാൽ മതിയായിരുന്നു എന്നുള്ള വാക്ക് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ചാറ്റർജി പറഞ്ഞ വരികൾ ഓർമ്മ വരികയാണ്. എന്തായാലും വേണുചേട്ടനെ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും. ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണുചേട്ടനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇവിടെ ചർച്ചാ വിഷയമാകുന്ന പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി. പൊതുവിലതിൽ കാരശ്ശേരി മാഷുടെ അഭിപ്രായങ്ങളോട് പൊതുവിൽ യോജിക്കുന്ന ഒരാളാണ് ഞാൻ. രവീന്ദ്രൻ കൃത്യമായും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി മാറിയിരിക്കുന്നു. യുക്തിവാദി എന്ന രീതിയിൽ ഞാൻ ആദ്യകാലത്ത് ആളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലൊരു നീണ്ട ചർച്ചയൊക്കെ ഇവിടെ സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് യുക്തിവാദി എന്ന നിലയ്ക്ക് ഉള്ള ഒരു ചർച്ചകളുണ്ടായിരുന്നത്. അതിനുശേഷമാണ് അയാൾ തനിയൊരു ഹിന്ദുത്വവാദി എന്ന രീതിയിലേക്കുള്ള ഒരു അവതരണമായിട്ട് രംഗത്ത് വരുന്നത്. ഞാൻ പിന്നെ കാര്യമായിട്ടത് ശ്രദ്ധിക്കാറില്ല. ഏതായാലും ഈ പുസ്തകം വായിക്കാനിടയായപ്പോഴാണ് അയാളെ എത്രമാത്രം ഒരു ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിനിധിയായി വക്താവായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പൊതുവിൽ കാരശ്ശേരി മാഷുടെ അഭിപ്രായങ്ങളോട് യോജിക്കുമ്പോൾ ഞാനിവിടെ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള എൻ്റെ ചില വിലയിരുത്തലുകൾ, അഭിപ്രായങ്ങൾ പറയാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഞാനെൻ്റെ ആദ്യകാല തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി ഒരു ഫ്യൂഡലിസ്റ്റ് പ്രതിനിധി, സവർണ മേധാവിത്വത്തിൻ്റെ ജാതി വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഒരാൾ എന്നൊക്കെ രീതിയിൽ അങ്ങേറ്റം നിഷിദ്ധമായി കണ്ടിരുന്ന ഒരു ആശയത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. പിൽക്കാലത്ത് ഞാൻ ആ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ട് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ തലത്തിലേക്ക് എത്തിയിട്ട് കഴിഞ്ഞ 30 വർഷമായി ഞാൻ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ തലത്തിലാണ് നിൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ വീണ്ടും ഗാന്ധിജിയെ പഠിക്കാൻ ശ്രമിക്കുകയുണ്ടായി. മഹാത്മാഗാന്ധിയെ കുറേ കൂടി വസ്തുനിഷ്ഠമായി അദ്ദേഹം ചരിത്രപരമായി എന്ത് പങ്കാണ് ഇവിടെ വഹിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയുള്ള എൻ്റേതായ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. അപ്പോഴാണ് മഹാത്മാഗാന്ധിയുടെ പങ്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും ആധുനിക ഒരു മതേതര ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറിയ പ്രക്രിയയിൽ ഗാന്ധിജിക്കുള്ള പങ്ക് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ്. ശരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബാലഗംഗാധര തിലകൻ്റെയൊക്കെ കാലത്ത് ബാലഗംഗാധര തിലകൻ കൃത്യമായും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമൊന്നും മുന്നോട്ട് വച്ചിരുന്നില്ലെങ്കിലും കോൺഗ്രസ്സിനെ ഒരു ഹിന്ദു സംഘടനയുടെ രൂപത്തിൽ ഹിന്ദു ആചാരങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ളൊരു വേദിയായി കോൺഗ്രസ്സിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ബാലഗംഗാധര തിലകൻ. തിലകൻ 1920 മരിച്ചതിന് ശേഷം മഹാത്മാഗാന്ധിയുടെ കയ്യിലേക്ക്, അന്ന് മഹാത്മാഗാന്ധി ആയിട്ടില്ല ആൾ, ഗാന്ധിജിയുടെ കയ്യിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം എത്തിച്ചേർന്ന ആ ആദ്യ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം എടുക്കുന്ന ശ്രദ്ധേയമായൊരു നിലപാടുണ്ടായിരുന്നു. താനൊരു സനാതന ഹിന്ദു ആണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൊതു സ്വഭാവം ഹിന്ദു മുസ്ലിം സിഖ് സാഹോദര്യത്തിൽ അധിഷ്ഠിതമായിരിക്കും എന്ന് ഗാന്ധിജി പറയുകയുണ്ടായി 1920 തന്നെ. ആ നിലപാട് അദ്ദേഹം 48 കൊല്ലപ്പെടുന്നത് വരെയും ആ നിലപാട് നിലനിർത്തുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി വളരെ കൃത്യമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. ഈ ആശയം ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്ന, സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മതസൗഹാർദ്ദത്തിൻ്റെ ആശയം, അദ്ദേഹം മതേതരത്വം എന്ന് വാക്ക് ഒരിക്കലും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ജനാധിപത്യത്തെക്കുറിച്ചും അദ്ദേഹം പറയാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമീപനം അടിസ്ഥാനപരമായി മതേതര ജനാധിപത്യ നിലപാട് തന്നെയായിരുന്നു. കാരണം മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം ആണ് മതേതര ജനാധിപത്യത്തിൻ്റെ അടിത്തറയാകേണ്ടത്. അത് സൃഷ്ടിക്കുന്നതിൽ ഗാന്ധി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈശ്വര അള്ളാ തേരെ നാം പോലുള്ള പ്രാർത്ഥനാ ഗാനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ
മഹാത്മാഗാന്ധി തൻ്റേതായ ശൈലിയാണ് സ്വീകരിച്ചത്. സാധാരണ ജനങ്ങളിലേക്ക് തൻ്റെ ആശയങ്ങൾ എത്തിക്കുന്നതിൽ മറ്റാരേക്കാളും വിജയിച്ചത് മഹാത്മാഗാന്ധിയാണെന്ന് നമുക്കറിയാം. അത് ഈ രംഗത്തും അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ ജനങ്ങളിലേക്ക് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഗാന്ധി വളരെ ഫലപ്രദമായി ഇടപെടുകയും അതിൽ വിജയിക്കുകയും ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇപ്പോൾ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കാണാവുന്നത് പോലെ തന്നെ അതുതന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നതിനിടയാക്കിയത്. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പങ്ക് ഇന്ത്യയുടെ ആധുനിക ഇന്ത്യ രൂപപ്പെടുന്നതിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് വളരെ വലുതാണ്. ആദ്യകാലത്ത് എനിക്കതൊട്ടും തന്നെ മനസ്സിലായിരുന്നില്ല. ഗാന്ധിജിക്ക് ഇങ്ങനത്തെ ഒരു പങ്ക് ഈ പ്രത്യേകിച്ചും ഈ മതേതരത്വത്തെ സംരക്ഷിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നതിൽ ഗാന്ധിയുടെ പങ്ക് എത്രമാത്രം പ്രധാനമാണെന്ന് ഈ ഇങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ് എനിക്ക് ശരിക്കും ബോധ്യമാവുന്നത്. ശരിക്കും ആ അടിത്തറയാണ്, ആ മതസൗഹാർദ്ദ അടിത്തറയാണ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ അംബേദ്കറും ഒക്കെ ചേർന്ന് ആധുനിക ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ മതേതര ജനാധിപത്യമാക്കി മാറ്റുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അവർക്ക് പിന്നെ അതിൻ്റെ ഒരു ഘടനാപരമായ രൂപങ്ങൾ, ഭരണഘടന രൂപീകരിക്കുന്നതിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രായോഗിക പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിലൊക്കെ തന്നെയാണ് അവർക്ക് ജോലി ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിനുള്ളൊരു സാമൂഹ്യ അടിസ്ഥാനം സൃഷ്ടിക്കുന്നതിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് വളരെ വലുതായിരുന്നു. അത് ആ രീതിയിലാണ് മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാതന്ത്ര്യം നേടിത്തന്ന ആൾ എന്ന രീതിയിൽ പറയുന്നതിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പങ്ക്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ നേടിയിരിക്കുന്നല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സും അതുപോലെ തന്നെ പൊതുവിലുള്ള മൊത്തത്തിലുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. അനവധി നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രക്രിയയിലൂടെയാണ് സ്വാതന്ത്ര്യ സമരം വികസിക്കുകയും വളരുകയും ചെയ്യുന്നത്. അതിൽ ഗാന്ധിജി നിർണായകമായൊരു പങ്ക് വഹിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാൾ പ്രധാനമാണ് അദ്ദേഹം സവിശേഷമായ രീതിയിൽ ഒരു മതേതര അടിത്തറ, ഈ മതസൗഹാർദ്ദം സൃഷ്ടിച്ചുകൊണ്ട്, മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മതേതരത്വ അടിത്തറ, വളരെ ബുദ്ധിമുട്ടുള്ള ഇന്ത്യയെ പോലുള്ള ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ ഒരു മതേതരത്വ അടിത്തറ മതസൗഹാർദ്ദത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുക എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ ഫലപ്രദമായി സമർത്ഥമായി മഹാത്മാഗാന്ധിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ നാം ഏറ്റവും അധികം കണക്കിലെടുക്കേണ്ടത്. അതുതന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെടാനിടയാക്കിയ കാരണവും എന്നതും ഈ ചർച്ചയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അത്രയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയുന്നത്. താങ്ക് യു വേണുചേട്ടാ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് വേണുചേട്ടൻ ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ മതേതരമായ ഒരു അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ ഗാന്ധി നിർണായകമായ പങ്ക് വഹിച്ചു. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹിന്ദുത്വ ഭീകരവാദികൾ കൊല ചെയ്യുന്നത് എന്ന ഒരു വാദമാണ്. അപ്പോൾ ഈ ശരിക്കും എനിക്ക് വേണുചേട്ടൻ പറഞ്ഞതിൽ നിന്ന് ഒരു ചോദ്യമായിട്ട് പ്രശാന്ത് പത്മനാഭനിലേക്ക് വരികയാണ്. ഈ മതേതരത്വം എന്ന് പറയുമ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ മതമൈത്രിയുടെ ഒരു സന്ദേശം ഗാന്ധി ഉയർത്തിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വശത്ത് ജിന്നയെ പോലുള്ള ആളുകൾ, ലീഗിനെ പോലുള്ള സംഘടനകൾ ഗാന്ധിയെ ഹിന്ദു പക്ഷപാതിയായും ഹിന്ദുത്വവാദികൾ ഗാന്ധിയെ ഇസ്ലാം പക്ഷപാതിയായും ചിത്രീകരിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രവിചന്ദ്രൻ്റെ പ്രസംഗത്തിൽ ഈ ഗോഡ്സെ ഉന്നയിക്കുന്ന ഗാന്ധിവധത്തിന് കാരണമായിട്ട് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം മുസ്ലിം അപ്പീസ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ പ്രസംഗത്തെ വിമർശനാത്മകമായിട്ട് കാണുന്നതിൻ്റെ ചില കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒരേ സമയം ഹിന്ദു വിരുദ്ധനായും ഇസ്ലാം വിരുദ്ധനായും ചിത്രീകരിക്കപ്പെട്ട ആളാണ് ഗാന്ധി. പക്ഷേ രവീന്ദ്രൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഹിന്ദു വിരുദ്ധൻ മാത്രമാണ്. ഈ ഒരു ആശയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗാന്ധിവധത്തിന് ഒരു നിർണായകമായ പങ്ക് വഹിച്ച ഒരു കാരണമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് നാഥുറാം ഗോഡ്സെ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ആയുധമെടുത്ത് പ്രയോഗിച്ചിട്ടാണെന്ന് നമ്മളെല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ കണ്ടതാണ്. അതിന് പിറകിലുള്ള തത്വശാസ്ത്രം, ഏത് പ്രത്യയശാസ്ത്രത്തിൽ പ്രേരിതനായിട്ടാണ് ഗോഡ്സെ അങ്ങനെ ഒരു കൃത്യത്തിന് ഇറങ്ങിത്തിരിച്ചത് എന്നൊരു കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം നേരത്തെ വേണുചേട്ടൻ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി ഒരിക്കലും ഞാനൊരു അഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെതിരായി നിന്നുവെന്ന് ശങ്കരാചാര്യരെ പോലുള്ളവരും അന്നത്തെ ഹിന്ദു ഓർത്തഡോക്സിയും
അദ്ദേഹത്തെ തള്ളിപ്പറയുമ്പോഴും അൺടച്ചബിലിറ്റിക്കെതിരെ ഗാന്ധിജി ഫൈറ്റ് ചെയ്യുന്നത് വേദങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് നമ്മുടെ മതത്തെ തന്നെ ഇല്ലാതാക്കാനാണ് ഗാന്ധിജി ശ്രമിക്കുന്നതെന്ന് പുരിയിലെ ശങ്കരാചാര്യരാണ് പറയുന്നത്. ബാക്കി അന്നത്തെ ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട അതുപോലുള്ള ആചാര്യന്മാരെല്ലാവരും കൂടെ കത്തെഴുതുകയാണ് വൈസ്രോയിക്ക്, ഗാന്ധിജി ഒരു നോൺ ഹിന്ദു ആയിട്ട് പ്രഖ്യാപിക്കണം, ഗാന്ധിജി നമ്മുടെ മതം ഇല്ലാതാക്കുമെന്ന്. അങ്ങനെ ഗാന്ധിജിയെ ഹിന്ദു വിരുദ്ധനായിട്ട് കഴിയുമ്പോൾ ഗാന്ധിജിയുടെ എല്ലാ പ്രാർത്ഥനകളിലും ഇൻ്റർഫെയ്ത്ത് ഹാർമണിയാണ്. എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള ആശയങ്ങൾ എടുത്തിട്ട് പ്രാർത്ഥിക്കുകയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടേതുമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈശ്വര അള്ളാ തേരോ നാം എന്ന പ്രാർത്ഥനയാണ് ഗാന്ധിജിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് അഡോപ്റ്റ് ചെയ്തപ്പോഴും അള്ളാ എന്നുള്ള വാക്ക് മുസ്ലിമുകളുടെ റെഫറൻസ് എടുത്ത് മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വേറൊരു കാര്യം, സവർക്കർക്ക് ഇതിൽ ഗാന്ധിവധത്തിൽ പങ്കുണ്ടെന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതിയിലൊരു കാര്യം തെളിയിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ ശക്തമായിട്ടുള്ള തെളിവുകളുള്ളപ്പോഴാണ്. പക്ഷേ സവർക്കറുടെ പ്രത്യയശാസ്ത്രം എന്തായിരുന്നു, ഗോഡ്സെ പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രീ സി രവിചന്ദ്രനെ പ്രേരിപ്പിച്ചത് എന്താണെന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഒരു പർപ്പസ് ഇല്ലാതെ, ഒരു ഉദ്ദേശമില്ലാതെ ആരെങ്കിലും ഒരു ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണോ, അതല്ലെങ്കിൽ ഗോഡ്സെ പറഞ്ഞ കുറച്ച് കാരണങ്ങൾ എടുത്തിട്ട് അത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്? അതാർക്കും ഇൻ്റർനെറ്റിൽ ഇപ്പം നമ്മുടെ അഡ്വക്കേറ്റ് ജോബി ഫിലിപ്പ് പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും വായിക്കാവുന്ന ഒരു കാര്യം. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ, ആങ്കർ സൂചിപ്പിച്ചതുപോലെ വസ്തുതകളാണോ? വസ്തുതകളാണെങ്കിൽ ഗോഡ്സെ ഇത് പറഞ്ഞിട്ടുണ്ടോ? ആദ്യത്തെ ചോദ്യം. 2, ഗോഡ്സെ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വസ്തുതകളുടെ ബലമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗാന്ധിജി അത് പറഞ്ഞത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ്? അത് നോക്കാതെ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഹാഫ് ട്രൂത്ത്, അതായത് മിസ്ലീഡിങ് ആയിട്ടുള്ള ഫാക്റ്റ് മാത്രം എടുത്ത് കാണിക്കുമ്പോൾ വസ്തുതകൾ മുഴുവൻ പുറത്തു വരാതിരിക്കുമ്പോൾ അതിനാണ് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. ഫേക്ക് ന്യൂസ് ഇപ്പം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൊക്കെ വളരെ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്ന പല വ്യൂസ് ഉണ്ട്. ഈ വീഡിയോ തന്നെ, വെടിയേറ്റ വൻമരം എന്ന് പറയുന്ന വീഡിയോ ഞാൻ നോക്കിയപ്പോൾ 3 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കണ്ടിരിക്കുന്നു. അതിൽ വന്നിരിക്കുന്ന കമൻറ്റുകളൊക്കെ ഗോഡ്സെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകൾ വന്നിരിക്കുന്നു. അതിന് മറുപടി ആയിട്ട് കാരശ്ശേരി മാഷ് പറഞ്ഞ വീഡിയോ 1000-ഓളം പേരുകളാണ് കണ്ടിരിക്കുന്നത്. ഈ പുസ്തകം എല്ലാവരും വായിക്കേണ്ടതാണ്, കാരണം ഈ പുസ്തകം അതിനുള്ളൊരു സമഗ്രമായ മറുപടിയാണ്. ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാതിരുന്ന പല ധാരണകൾ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നോൺ വയലൻസ്, അദ്ദേഹത്തിൻ്റെ പീസ്ഫുള്ളായിട്ടുള്ള പ്രൊട്ടസ്റ്റ് എത്ര എഫക്റ്റീവായിരുന്നു എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുകയാണ് രവിചന്ദ്രൻ്റെ വീഡിയോ ചെയ്യുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, ആളുകൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പറയുന്നത് ശരിയാണോ എന്ന് ഡിസ്കസ് ചെയ്യാൻ നമുക്കും അവകാശമുണ്ട്. ഗാന്ധിജി നിന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഗോഡ്സെയ്ക്ക് എന്തായിരുന്നു ഗാന്ധിജിയോടുള്ള പ്രധാനമായിട്ടുള്ള എതിർപ്പുകൾ? ഇത് ഒരു പൊളിറ്റിക്കലാണ് എന്ന് കാരശ്ശേരി മാഷ് സമ്മതിക്കുന്നു. ഇപ്പം അല്ലെങ്കിൽ ഗോഡ്സെയുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്ന കാര്യമാണ്. ഗാന്ധിജി പ്രധാനമായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കട്ടിലിൻ്റെ 4 കാലുകൾ പോലെ 4 പ്രധാനപ്പെട്ട ആശയങ്ങൾ: നോൺ വയലൻസ്, ഹിന്ദു മുസ്ലിം യൂണിറ്റി, അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുക, എക്കണോമിക് സെൽഫ് റിലയൻസ്. ഇതാണ് ഗാന്ധിജി പ്രൊപ്പഗേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട 4 ആശയങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾക്കെല്ലാം എതിരായിരുന്നു. ഗോഡ്സെയുടെ ഐഡിയോളജി നോൺ വയലൻസിനെതിരാണ്. വയലൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പ്രതികാരം ചെയ്യാൻ ഹിന്ദുക്കൾക്ക് അവസരം കൊടുക്കുന്നില്ല. മുസ്ലിങ്ങളുടെ അട്രോസിറ്റി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഗാന്ധിജി പോയി അഹിംസ പറയുമ്പോൾ അവിടെ തിരിച്ചടിക്കാൻ ഹിന്ദുക്കൾക്ക് ധൈര്യം കൊടുക്കാതിരിക്കുന്നു. മഹാറാണ പ്രതാപ്, ശിവാജിയെ പോലുള്ളവരെ മിസ്ഗൈഡഡ് പാട്രിയോട്ട് എന്ന് വിളിക്കുന്നു. ഇതൊക്കെയാണ് ഗോഡ്സെ കാരണങ്ങളായിട്ട് നിർത്തുന്നത്. ഈ കാരണങ്ങൾ ഗോഡ്സെ പറഞ്ഞിട്ടുള്ളതാണ്. ഗോഡ്സെയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളതാണ്. ആ പറയുന്ന കാരണങ്ങൾ ശരിയായിരുന്നോ, അല്ലെങ്കിൽ ഗാന്ധിജി അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് നോക്കുക. ഗാന്ധിജി 100% നോൺ വയലൻസിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. നോൺ വയലൻസ് ഒരു ഇൻവയലബിൾ പ്രിൻസിപ്പിളായിട്ട് കൊണ്ടു നടന്ന ആളാണ്. അദ്ദേഹം ഭഗത് സിംഗിൻ്റെ തുക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട പോലെ ശ്രമിച്ചില്ല എന്നുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണം തെറ്റാണ്, ഫാക്ച്വലി ഇൻകറക്റ്റാണ്. മഹാത്മാഗാന്ധി ഇടപെട്ടിട്ടുണ്ട്. ലോർഡ് ഇർവിനുമായിട്ട് പലതവണ മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, വധശിക്ഷ കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടും ഭഗത് സിംഗിനെ തൂക്കിലേറ്റുകയായിരുന്നു. ജവഹർലാൽ നെഹ്റു നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്.
ഭഗത് സിംഗിനെ ലീഗലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അസഫ് അലി എന്ന അന്നത്തെ വലിയ പ്രഗത്ഭനായിട്ടുള്ളൊരു ലോയർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദത്ത എന്ന ആൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന ലോയറാണ്. ഭഗത് സിംഗ് പറയും എനിക്ക് ലോയറെ വേണ്ട, എനിക്ക് ലീഗൽ കൗൺസിൽ മതി എന്ന് പറഞ്ഞപ്പോൾ അസഫ് അലി ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭഗത് സിംഗിന് നിയമപരമായിട്ടുള്ള ഉപദേശവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഭഗത് സിംഗിൻ്റെ ഐഡിയോളജി വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഗാന്ധിജി അതിനെതിരെ അന്ന് തന്നെ കൾട്ട് ഓഫ് ദ ബോംബ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് 2 പ്രധാനപ്പെട്ട റീസണാണ്. ഇത് മോറലായിട്ടുള്ള റീസൺ ഉപരി പ്രാക്ടിക്കലായിട്ട് പറയുന്നത് എപ്പോഴൊക്കെ നമ്മൾ വയലൻസിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഒപ്രസർ കൂടുതൽ ശക്തി പ്രാപിക്കുകയും നമ്മുടെ തന്നെ പണമെടുത്ത് നമുക്കെതിരെ അത് ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. നമ്മളെ വീണ്ടും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡല്ല. രണ്ടാമത് പറയുന്നത് കൾട്ട് ഓഫ് വയലൻസ് എന്ന് പറയുന്നത് ഒരു ഒപ്രസർക്കെതിരെ നിങ്ങൾ ആയുധം ഉപയോഗിക്കുന്നത് ഇൻ പ്രിൻസിപ്പിൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്നത് ബ്രിട്ടീഷുകാരായിരിക്കും, നാളെ നമ്മളെ തന്നെ ഭരിക്കുന്നൊരവസ്ഥ വരുമ്പോൾ ആരെയെങ്കിലും ലേബൽ ചെയ്തിട്ട് ഇവരെ ഒപ്രസറാണ് എന്ന് പറഞ്ഞ് വേറെ ആൾക്ക് ആയുധമെടുത്ത് കൊല്ലുന്നതിനൊരു തടസ്സമില്ല. നമ്മുടെ ആൾക്കാരെ തന്നെ കൊല്ലുന്നത് ന്യായീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് വളരെ ശരിയാണെന്ന് ലോകത്ത് ബാക്കി രാജ്യങ്ങളിൽ നടന്ന ഈ റവല്യൂഷണറി മെത്തേഡിലൂടെ സ്വാതന്ത്ര്യം കിട്ടിയ റഷ്യയിൽ സ്റ്റാലിൻ അവരുടെ സഖാക്കളോട് ചെയ്തത്, അല്ലെങ്കിൽ ചൈനയിൽ മാവോസേ തുങ്, വിയറ്റ്നാമിലെ ഹോച്ചിമിൻ, ശ്രീലങ്കയിലും പാലസ്തീനിലും ഒക്കെ നടക്കുന്ന ഇതെല്ലാം വയലൻ്റ് മെത്തേഡിലൂടെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തായിരിക്കും തിരിച്ചു വരുന്നത് എന്നുള്ളത് ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ ഐഡിയ പ്രാക്ടിക്കലാണ്. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൽ ഗാന്ധിജി ഒറ്റ ഒരാളാണെന്ന് ചോദിച്ചാലല്ല, കോൺഗ്രസിൻ്റെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് വേണുചേട്ടൻ പറഞ്ഞു. ഞാനത് പ്രതീക്ഷിച്ചപ്പോൾ കോൺഗ്രസ് വളരെ ഡോർമെൻ്റ് ആയിട്ടുള്ള ഒരു എലിറ്റിസ്റ്റ് പ്രസ്ഥാനമായിരുന്നത് ഗ്രാമാന്തരങ്ങളിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതും അവരെ എല്ലാം ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതും ഗാന്ധിജിയുടെ നോൺ വയലൻ്റ് മെത്തേഡാണ്. അദ്ദേഹം നിങ്ങൾ വയലൻസിലൂടെ അല്ലാതെയും ഈ ഒരു പീസ്ഫുള്ളായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ ജനങ്ങളെ മുഴുവൻ അതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾ മഹാത്മാഗാന്ധിയാണ്. നെൽസൺ മണ്ടേല അത് സൗത്ത് ആഫ്രിക്കയിൽ അഡോപ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നോൺ വയലൻസ് ഒരു ഇൻവയലബിൾ പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിലല്ല, ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള സിദ്ധാന്തം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. മാർട്ടിൻ ലൂഥർ കിങ് പറഞ്ഞതും അതുതന്നെയാണ്. അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള. ഇന്നൊരു ചോയ്സ് ഇല്ല, നോൺ വയലൻസ് എന്നൊരു ചോയ്സ് ഇല്ല. ഒന്നുകിൽ നോൺ വയലൻസ് അല്ലെങ്കിൽ നോൺ എക്സിസ്റ്റൻസ്, 2 ചോയ്സേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പം പാലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന എത്രയോ നാളായിട്ടുള്ള കൂട്ടക്കുരുന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സൗദിയിലെ രാജകുമാരൻ പറഞ്ഞത് ഈ മഹാത്മാഗാന്ധി എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അത് കണ്ടു വേണം പഠിക്കാൻ എന്ന് പറയുന്നത്. ഇത് പ്രാക്ടിക്കൽ അല്ലെന്നൊക്കെയാണ് രവിചന്ദ്രൻ്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഈ ലോകം മുഴുവൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇൻ്റർഫെയ്ത്ത് ഹാർമണി, ഇതിനകത്ത് നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നു, മൈനോറിറ്റി എവിടെയാണെങ്കിലും അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുന്നു. ആ പറയുന്നതൊന്നും കാണാതെ പാലസ്തീനിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു ബാഗ് തൂക്കിക്കൊണ്ടുവന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ കൺഫർമേഷൻ ബയസ് എന്ന് പറയും. കാരണം ഇതിൽ മറുഭാഗം ഗാന്ധിജി മുസ്ലിങ്ങളോട് പറഞ്ഞത് ഹിന്ദുക്കളെ നിങ്ങൾ പോയി കൊല്ലാനല്ലല്ലോ പറഞ്ഞത്. മുസ്ലിം ആയിട്ടുള്ള ആൾ, നാഷണലിസ്റ്റ് ഒരു മുസ്ലിം, അദ്ദേഹത്തെ വന്ന് കണ്ടപ്പോൾ 6 ഡിസംബർ 1947 ആ ഡേറ്റ് പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ ഹിന്ദുക്കൾ നിങ്ങൾ മരിക്കാൻ തയ്യാറാകണമെന്നൊക്കെ ഗാന്ധിജി പ്രസംഗിച്ചു എന്ന് ഗോഡ്സെയുടെ ആ സ്പീച്ചിൽ നിന്ന് രവീന്ദ്രൻ അതെടുത്ത് വീഡിയോ സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുള്ളതാണ്. പക്ഷേ ഏത് കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞത്? അതിനു മുമ്പ് അദ്ദേഹത്തെ കാണാൻ വരികയാണ് ഖ്വാജ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിമായിട്ടുള്ള അദ്ദേഹത്തെ പറ്റിയാണ് ഗാന്ധിജി ആദ്യം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പറയുന്നത് ഇങ്ങനെ ഒരു ആൾ എന്നെ കാണാൻ വന്നിരുന്നു, ഇയാൾ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ, ഹിന്ദുക്കൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മരിക്കാൻ പോലും തയ്യാറായിട്ട് നടക്കുന്ന ഒരു നാഷണലിസ്റ്റ് മുസ്ലിമാണ്. ബീഹാറിൽ ഒരുപാട് ഹിന്ദുക്കൾ നാഷണലിസ്റ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്. നേരെ തിരിച്ച് മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ കോസിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് ഹിന്ദുക്കളെയും കൊന്നിട്ടുണ്ട്. നമ്മളൊരിക്കലും വയലൻസിൻ്റെ മാർഗത്തിലേക്ക് പോകരുത്. അവർ നമ്മളെ കൊല്ലാൻ വന്നാലും ഈ ക്ഷമയുടെ മാർഗം, ധൈര്യത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ്. അത് നമ്മുടെ ബലഹീനതയല്ല, സ്ട്രെങ്തിൽ നിന്ന് മാത്രമേ നോൺ വയലൻസ് ഉണ്ടാവൂ. ആ നോൺ വയലൻറ്റ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം അവരോട് പറയുന്നത്. അപ്പോൾ അത് മുസ്ലിം പ്രീണനമാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹിന്ദു രാജ്യമാണെന്നും ഇവിടെ വേണ്ടത് മജോറിറ്റിയുടെ വില്ലനുസരിച്ച് നടക്കണമെന്നുള്ള ഒരു വാദം, ആ ദുരാഷ്ട്രവാദം ജിന്നയ്ക്ക് മുമ്പ് മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ പോയട്രിയിലൂടെ
പാകിസ്ഥാൻ്റെ നാഷണൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഇതിൽ പറയുന്നു. പിന്നെ സവർക്കർ പറയുന്നു. സവർക്കർ അത് 100% അംഗീകരിക്കുന്ന 2 രാഷ്ട്രമാണ്. അവിടെയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ഇവിടെ ഇൻ്റർഫെയ്ത്ത് ഹാർമണി ഇവിടെ പുലർത്തണമെന്നും ഇന്ത്യ ഒറ്റ രാജ്യമായിട്ട് നിലനിൽക്കണമെന്നും ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും കൂടുതൽ പറഞ്ഞു നടന്നത് ഗാന്ധിജിയാണ്. പാർട്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ വന്ന സ്റ്റേജിൽ വിഭജനം നടന്നിട്ട് എത്രയോ പേര് മരിക്കുമ്പോൾ ആ ബ്ലഡ് ഷെഡ് ഏറ്റവും കുറയ്ക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹരിക്കാനും ചെരുപ്പില്ലാതെ നവോഖാലിയിലൊക്കെ പോയി. അവർ നവോഖാലിയിൽ പോയപ്പോൾ അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഇവിടെ പലരും കൊല്ലപ്പെടുന്നു, ഭൂരിപക്ഷ ആളുകളും ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഗോപാലകൃഷ്ണ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം ബംഗാളിലും ബീഹാറിലും കാശ്മീരിലും ഏത് സ്ഥലത്തും മജോറിറ്റിക്കുള്ള ഒരു ഡ്യൂട്ടി അദ്ദേഹം പറയുന്നത് ഒരു മൈനോറിറ്റി ആളുകളായിരിക്കും ചെറിയൊരു വിഭാഗം ആളുകളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന മജോറിറ്റി അവരതേപോലെ തന്നെ ഗിൽറ്റിയാണ്. അവിടെ കൊല്ലപ്പെടുന്ന അത് ഇരയാകുന്നവർക്കൊപ്പം നിൽക്കുകയും അവരെ സംരക്ഷിക്കാൻ നിൽക്കുകയും വേണം. അത് ചെയ്യാതിരിക്കുന്ന ആളുകൾ മുഴുവൻ ആ കുറ്റം ഏറ്റെടുത്തതുപോലെ കുറ്റക്കാരാണെന്നാണ് പറയുന്നത്. അപ്പം വയലൻസിൻ്റെ മാർഗത്തിലൂടെ ഒന്നും അച്ചീവ് ചെയ്യാനില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇനി ഒരു എത്തീസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് രവിചന്ദ്രൻ സംസാരിച്ചതെങ്കിൽ, കാരണം ഗാന്ധിജിയുടെ ചില അന്ധവിശ്വാസങ്ങളെ പറ്റിയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ, ഞാനൊരു 3 എക്സാമ്പിളൂടെ പറഞ്ഞിട്ട് അത് റാഷണലിസത്തിൻ്റെ വ്യൂ പോയിന്റിൽ കൂടെ നോക്കി ഗാന്ധിജിയുടെ ഐഡിയാസ് പ്രാക്ടിക്കലല്ല, അദ്ദേഹം ഇറാഷണലായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ക്രിറ്റിസിസം അദ്ദേഹത്തിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു. ബീഹാറിലൊരു ഭൂകമ്പം നടന്നപ്പോഴത് അൺടച്ചബിലിറ്റി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ദൈവം തന്ന ശിക്ഷയാണ് എന്ന് പറഞ്ഞതിന് ടാഗോർ എന്നൊരു കത്തെഴുതി. ഗാന്ധിജി പറയുന്നത് നേരെ തിരിച്ച്, ഗാന്ധിജി അൺടച്ചബിലിറ്റി റിമൂവ് ചെയ്യാൻ നടക്കുന്നതുകൊണ്ട് ദൈവം തന്ന ശിക്ഷയാണെന്ന് ആളുകൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഒരു തിരിച്ച് ചോദ്യം ഗാന്ധിജി ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. ബർട്രാൻഡ് റസ്സലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയെ പറ്റി ഗാന്ധിജിക്ക് ഇങ്ങനെ ഒരു വാദം ഒരിക്കലും എടുക്കാൻ പറ്റുകയില്ല, ദൈവത്തിൻ്റെ കോപമാണ്. പക്ഷേ ഇവരൊക്കെ ഗാന്ധിജിയെ മഹാത്മാവായിട്ട് അംഗീകരിക്കുന്നു. ബർട്രാൻഡ് റസ്സൽ പറയുന്നത് ഇന്ത്യ ഇന്ന് ബാക്കി നെയ്ബറിങ് കൺട്രീസിനേക്കാൾ വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം മഹാത്മാഗാന്ധിയാണ് എന്ന് പറയുന്നു. അപ്പോൾ റസ്സൽ ഈ റാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറ പാകിയ ആളാണ്. അദ്ദേഹം അത് പറയുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം പറയുന്നു ഇതുപോലെ മജ്ജയും മാംസമുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ വരും തലമുറ വിസമ്മതിക്കും. റസ്സൽ ഐൻസ്റ്റീൻ ഫോർമുല ഉണ്ട്. അവർ പറയുന്നത് ഈ ലോകം ന്യൂക്ലിയർ വെപ്പണിലേക്ക് അതിൻ്റെ ഫൈറ്റിലേക്ക് പോകുന്ന കാലം വിദൂരമല്ല, അത് ഒഴിവാക്കാൻ ഞങ്ങൾ ലോകത്തോട് ആഹ്വാനം ചെയ്തിരുന്നു. വളരെ പ്രശസ്തമായിട്ടുള്ള മാനിഫെസ്റ്റോ ഉണ്ട്. ഇവരൊക്കെ അന്നത്തെ ഗാന്ധിജിയുടെ കണ്ടംപററി ആയിട്ടുള്ള ആളുകളൊന്നും ഗാന്ധിജിയെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു തെറ്റായ രീതി അത് തെറ്റുകൾ, അതായത് ഇറാഷണലായിട്ടുള്ള ബിലീഫ്സ് ഉണ്ട്, അത് തിരുത്താൻ തയ്യാറായിട്ടുണ്ട്. ഗാന്ധിജി വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോര എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഗാന്ധിജിയെ കാണാൻ ആഗ്രഹിച്ച് 14 വർഷം കാണാൻ ആഗ്രഹിച്ച് വന്ന് പിന്നെ ഗാന്ധിജിയുടെ കൂടെ നടക്കുകയും 4 വർഷത്തോളം 1944 മുതൽ 48 വരെ കൂടെ താമസിച്ച് കാര്യങ്ങളൊക്കെ ഗാന്ധിജിയിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആൾ അൻ എത്തീസ്റ്റ് വിത്ത് ഗാന്ധി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഗാന്ധിജി എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാണ് എത്തീസം വേണ്ടത്. അവിടെ ഗോര പറയുന്ന മറുപടി ബംഗാളിലൊക്കെ നടക്കുന്ന ക്ഷാമം, അതിൽ കുട്ടികളൊക്കെ മരിക്കുന്നു, അങ്ങനെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടികളെ മരിക്കാതെ രക്ഷപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എത്തീസമാണ് ഇതിൻ്റെ മാർഗമെന്ന് പറയുമ്പോൾ ഗാന്ധിജി അവിടെയും അക്കോമഡേറ്റീവാണ്, അവിടെ ഒരു ഡിബേറ്റിന് തയ്യാറാണ്. അദ്ദേഹം പറയുന്നത് ശരി, ഞാൻ നിങ്ങൾ പറയുന്നതിലൊരു പോയിൻ്റ് കാണുന്നു, നിങ്ങളൊരു ഫനാറ്റിക് അല്ല, നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ നിങ്ങളുടെ മാർഗത്തിലേക്ക് വരാം, നിങ്ങൾ ഈ മാർഗത്തിലൂടെ ഞാൻ അനുഷ്ഠിക്കുന്ന ഈ ദൈവമാർഗത്തിലൂടെ നിങ്ങൾ ശ്രമിക്കുക, എൻ്റെ മാർഗമാണ് ശരിയെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക, അതല്ല നമ്മൾ രണ്ടുപേരും തെറ്റാണെങ്കിൽ മൂന്നാമത്തെ ഒരു പാതയിലേക്ക് നമുക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു കോൺവെർസേഷന്, ഒരു ഡിബേറ്റിന് തയ്യാറാണ് ഗാന്ധിജി അങ്ങേയറ്റം ഡെമോക്രാറ്റ് ആയിട്ടുള്ള ആളാണ്. വയലൻസ് എന്ന് പറയുന്നത് ഒരു പ്രിസംഷനാണ്, അവിടെ ഡിബേറ്റിന് സ്ഥാനമില്ല, ആ ഡിബേറ്റിന് സ്ഥാനമില്ല. ഗോഡ്സെ പറയുന്ന കാരണങ്ങൾ ചിലതൊക്കെ ഒരു പിന്നെ ശിവാജിയുടെ പതാക, ഒരു കാവി പതാക ഇന്ത്യയുടെ പതാകയാകാൻ വിസമ്മതിച്ചു. അത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകാതിരിക്കാൻ ഗാന്ധിജി ഒരു പ്രധാന കാരണമായിരുന്നു. ഗാന്ധിജിയെ സൈലൻസ് ചെയ്യുമെന്ന് പറഞ്ഞത് ഗോൾവാൾക്കറാണ്. ഡിസംബർ 1947 അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറയുന്നുണ്ട് നമ്മൾ ആരോടും വയലൻസിന് പോകുന്നില്ല, പക്ഷേ ഹിന്ദുക്കൾക്കെതിരായിട്ട് ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഗാന്ധിജി ആണെങ്കിൽ ഞങ്ങളെ നിശബ്ദരാക്കും എന്ന് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലുണ്ട്. അതൊക്കെ ഇപ്പോൾ ഡോക്യുമെൻ്റഡ് ആണ്. അപ്പം RSSൻ്റെ ചീഫായിരുന്ന ഗോൾവാൾക്കർ ഇത് പറയുന്നുണ്ട്. ഈ ഒരു ഐഡിയോളജി പറയുന്നത് ഇതൊരു മജോറിറ്റേറിയൻ സ്റ്റേറ്റ് ആക്കണം എന്ന് വിശ്വസിച്ചിരുന്നവർക്ക്, ഒരു ബ്രാഹ്മണിക്കൽ ആധിപത്യമുള്ള ഒരു രാജ്യമായിട്ട് നിൽക്കണമെന്ന് വിശ്വസിച്ചിരുന്നവർക്ക് ഗാന്ധിജി വലിയൊരു തടസ്സമായിരുന്നു. ഗാന്ധിജി ആയിരുന്നു ഏറ്റവും വലിയ തടസ്സം. അപ്പോൾ ഗാന്ധിജി
സാധാരണക്കാരായ ആളുകളെ തൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരികയും ഇതാണ് ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞ് സാധാരണക്കാർ ദളിതരെയും പാവപ്പെട്ടവരെയും സ്ത്രീകളെയും ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഹെഗമണി തകർന്നത് ഏറ്റവും കൂടുതൽ അനുഭവം വന്നത് ഗോഡ്സേക്കാണ്. അപ്പം നെഹ്റു പറഞ്ഞതുപോലെ ഗോഡ്സെ ഗാന്ധിജിയെ മനസ്സിലാക്കിയില്ലായിരുന്നു പറയുന്നത് തെറ്റാണ്. ഗാന്ധിജി ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയത്, എവിടെയാണ് അടി കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയത് ഗോഡ്സേക്കാണ് എന്നാണ് ആശിഷ് നന്ദി എഴുതിയിരിക്കുന്നത്. ഗോഡ്സെ പിന്നെ ഗാന്ധിജിയെ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഗാന്ധിജിയോടുള്ള ഓപ്പോസിഷൻ്റെ പ്രധാന കാരണം ഇന്ന് എക്സ്ട്രീം ലെഫ്റ്റായിട്ടുള്ള ഒരു ഗാന്ധിജിക്കെതിരെ വാദങ്ങൾ പറയുമ്പോഴും ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അൺടച്ചബിൾസിന് വേണ്ടിയൊക്കെ ഗാന്ധിജി ചെയ്ത കാര്യങ്ങൾ വേറെ ആരാണ് അതുപോലെ ചെയ്തിട്ടുള്ളത്? ഡോക്ടർ അംബേദ്കർ ഉറപ്പായിട്ടും ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വന്നയാളാണ്, അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഇന്ത്യ ഉടനീളം നടക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത് ഗാന്ധിജിയാണ്. അതേപോലെ രാമചന്ദ്ര ഗുഹയുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഇതിൽ പറയുന്നുണ്ട്, ലോകത്ത് വേറെ ഏത് നേതാവാണ് ഇതുപോലെ ഒരു ബ്ലഡ് ഷെഡ് നടക്കുന്ന ഒരു സ്ഥലത്ത്, കമ്മ്യൂണൽ ലഹള നടക്കുന്ന ഒരു സ്ഥലത്ത് ബെയർ ഫുട്ടായിട്ട് അവിടെ പോയിട്ട് എന്നെ കൊന്നിട്ട് മതി നിങ്ങൾ ഇനി ഇവരുടെ മേൽ കൈവെക്കുന്നതെന്ന് പറഞ്ഞ് ഗാന്ധിജി നോവാഖാലിയിൽ പോയതുപോലെ സ്റ്റാലിനോ അല്ലെങ്കിൽ ചൈനയിലെ നേതാവോ ഇന്ത്യയിലെ നെഹ്റുവോ അംബേദ്കറോ ആരെങ്കിലും പോയിട്ടുണ്ടോ? വേറെ ആരും പോയിട്ടില്ല. അവിടെ ആരുമില്ല, വേറെ ആരുമില്ല. നെഹ്റു ഓഫ് കോഴ്സ് ഗാന്ധിജി പറഞ്ഞിരുന്നു, എനിക്ക് ശേഷം എൻ്റെ ഭാഷ സംസാരിക്കുന്ന നെഹ്റു ആണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നെഹ്റുവിനെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതൊരു കാരണമായിട്ട് പറയുന്നു. ഗോഡ്സെ സർദാർ പട്ടേലിനെയോ സുഭാഷ് ചന്ദ്രബോസിനെയോ അവഗണിച്ചുകൊണ്ട് നെഹ്റുവിനെ ഗാന്ധിജി പ്രൊമോട്ട് ചെയ്തതെന്നാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അതിന് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അന്ന് ജനാധിപത്യ മാർഗത്തിലൂടെ അംഗീകരിക്കപ്പെട്ടതാണ്. ഗാന്ധിജിക്ക് അവരുടെ എല്ലാം മുകളിൽ ഒരു മോറൽ അതോറിറ്റി ഉണ്ടായിരുന്നു. കോൺഗ്രസിന് മുകളിൽ ഗാന്ധിജിക്ക് വലിയൊരു വോയിസ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ സുഭാഷ് ചന്ദ്രബോസിനാണ് കൂടുതൽ വോട്ട് കിട്ടിയതെന്ന് പറയുമ്പോൾ ഗാന്ധിജിക്കായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയത്. കോൺഗ്രസ് കമ്മിറ്റികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഗാന്ധിജി ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് സർദാർ പട്ടേലിന് കിട്ടി. സർദാർ പട്ടേലിനോട് പറയുകയാണ്, ഞാൻ വിഡ്രോ ചെയ്തു, നിങ്ങളും വിഡ്രോ ചെയ്യുക. നെഹ്റുവിനാണ് അടുത്ത കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകേണ്ട നെഹ്റുവാണ്, കുറെ കൂടെ യങ് ആണ്. എല്ലാ സെക്ഷനിലുള്ള ആളുകളുടെ വിശ്വാസം, സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പല റീജിയണൽ പട്ടേലിനൊരു ഇമേജ് ഉണ്ടായിരുന്നു, ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളെന്നുള്ളത്. നെഹ്റുവിന് ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഇമേജ് ഉണ്ട്. അപ്പം ഉയർന്നു വന്നിരുന്ന ഒരു ലെഫ്റ്റിസ്റ്റ് വ്യൂ, അത് അവരും എല്ലാം അംഗീകരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നെഹ്റുവിനെ കൊണ്ടുവരണമെന്ന് സജസ്റ്റ് ചെയ്തത് ഗാന്ധിജി തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഗാന്ധിജി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് ഗോഡ്സെയുടെ വാദങ്ങൾ എടുത്തു വെച്ച് അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് ശരിയാണ് എന്ന് പറയുമ്പോൾ അത് ഏത് കോണ്ടക്സ്റ്റിലാണ് ഗാന്ധിജി പറഞ്ഞതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. വേണുവേട്ടൻ അഹിംസയെപ്പറ്റി, ഹിംസയുടെ മാർഗത്തിലൂടെ ഒന്നും നേടാനില്ല എന്നുള്ളതിനെപ്പറ്റി കൂടി അടുത്ത ടേണിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു പ്രശാന്ത്. ഞാനിവിടെ ഈ വിഭജനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വിഭജനത്തിൻ്റെ നേട്ടക്കാർ ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിലും മുസ്ലിം വർഗീയവാദികളും ഹിന്ദു വർഗീയവാദികളുമായിരുന്നു അതിൻ്റെ നേട്ടക്കാർ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ ഗാന്ധിജിക്കോ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിനോ വിഭജനം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രം സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് വിഭജനത്തിൻ്റെ സംഘർഷങ്ങളിൽ നിന്ന് ഒരു ഇന്ത്യ രൂപപ്പെട്ടാൽ അതൊരു മതരാഷ്ട്രമാക്കി, ഹിന്ദു മതരാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ കരുതിയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുമായിരുന്നു അതിൻ്റെ സപ്പോർട്ടേഴ്സ് എന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. പക്ഷേ ഇതിന് നേരെ രവീന്ദ്രൻ കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. രവീന്ദ്രൻ്റെ പ്രഭാഷണത്തിലെ മറ്റൊരു അപകടം എന്ന് പറയുന്നത് ഈ ഗോഡ്സെയെയും സവർക്കറെയും ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. സവർക്കറെ കുറിച്ച് പറയുന്നത്, ഗോഡ്സെയെക്കുറിച്ച് പറയുന്നത് ആധുനികവാദികൾ എന്നാണ്. ആ വാക്ക് അത് തന്നെയാണോ എന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷേ വളരെ മോഡേണായ ആളുകൾ, പിന്നെ യുക്തിവാദിയായ സവർക്കർ. ഇവിടെ ഗാന്ധിയോ പിന്തിരിപ്പനാണ്, ഗാന്ധി ഒരു സ്വപ്നജീവിയാണ്. ഇതൊക്കെയാണ് ഗാന്ധിയെ വിശേഷിപ്പിക്കാനായിട്ട് രവീന്ദ്രൻ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ. ഇതിനോടാണ് വിയോജിപ്പ് വരുന്നത്, ഇവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ എനിക്ക് സജീവനാണ് അടുത്ത് സംസാരിക്കുന്നത്. സജീവൻ ഒരു റേഷണലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരാളാണ്. രവീന്ദ്രനൊക്കെ ആയിട്ട് അടുത്ത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ വസ്തുതകളോട് നീതി പുലർത്തേണ്ടതില്ല എന്നുള്ളതാണ്. രവീന്ദ്രൻ്റെ പ്രഭാഷണത്തിൽ പലതും വസ്തുതാപരമല്ല. ഞാനൊരു ചെറിയ കാര്യം പറയാം. ഇപ്പോൾ ഒന്ന്, ഗാന്ധി മലബാർ കലാപത്തിൽ മുസ്ലിങ്ങൾ നടത്തിയ അക്രമങ്ങളെ ന്യായീകരിച്ചു എന്നാണ് ഒരു വിമർശനം. വസ്തുതാപരമായിട്ട് ഒരു തരത്തിലും ഞാനിത് ഒരിടത്തും വായിച്ചിട്ടില്ല. കരശ്ശേരി മാഷ് അത് സൂചിപ്പിക്കുന്നുണ്ട്. ഗാന്ധിയെക്കുറിച്ച് പറയുന്നത്, ഗാന്ധി ഈ മലബാറിൽ നടന്ന അക്രമങ്ങളെ ബ്രേവ് ആക്ട് ഓഫ് അള്ളാ ഫോളോവേഴ്സ് എന്ന് ഗാന്ധി പറഞ്ഞു എന്നാണ് ഗോഡ്സെ
അല്ലെങ്കിൽ രവിചന്ദ്രൻ പറയുന്നത്. അങ്ങനെയാണ് രവീന്ദ്രൻ പ്രഭാഷണത്തിൽ. ഗാന്ധിയുടെ ഏതെങ്കിലും എഴുത്തുകളിൽ അങ്ങനെ ഒരു പദപ്രയോഗം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പതാകയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊരു വിമർശനം, രവീന്ദ്രൻ ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനം. ഇന്ത്യയുടെ പതാക കാവിയാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു, പക്ഷേ ഗാന്ധി ഇടപെട്ട് എതിർത്തു എന്നാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കാവി ഇന്ത്യയുടെ പതാകയായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. കാവി ഈ പതാകയുടെ ചരിത്രം അത് കടന്നു വരുന്നത് തന്നെ പരിശോധിച്ചാൽ 4-5 ഘട്ടങ്ങളായി വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ള പതാകകൾ പലപ്പോഴായിട്ട് നിർദ്ദേശിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അതിനകത്ത് കാവി കടന്നു വന്നിട്ടില്ല. അപ്പോൾ സജീവൻ ഇങ്ങനെ ഈ വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം രവീന്ദ്രൻ്റെ പ്രഭാഷണത്തിൽ ഉണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. അതിനെക്കുറിച്ചും കൂടി മറുപടി പറയും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം. രവിചന്ദ്രൻ ചെയ്ത ഒരു പ്രഭാഷണത്തിൻ്റെ മറുപടിയായി MN കാരശ്ശേരി മാഷെ പോലുള്ള ഒരു പ്രമുഖൻ ഒരു പുസ്തകം എഴുതി എന്ന് പറയുന്നത് തന്നെ ശ്രീ രവിചന്ദ്രനുള്ള ഒരു അംഗീകാരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് പറയാനുള്ളത്. 2013 കാലഘട്ടങ്ങളിൽ രവിചന്ദ്രൻ യുക്തിവാദം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കാലങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് വേദികൾ ഇതുപോലെ സംഘടിപ്പിച്ചിട്ടുള്ള കുറച്ച് പേർ ഇതിൻ്റെ അകത്തുണ്ട്, ഞാനടക്കമുള്ള ആളുകളുണ്ട്. അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഭാഷയോട് ഞാനിന്നത് പറയുകയും ചെയ്തു, ഈ രവിചന്ദ്രനെ പോലുള്ള യുക്തിവാദികൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം. അവർക്ക് മറുപടിയുമായി സാംസ്കാരിക നായകന്മാർ വരണം. അങ്ങനെ ഒരു കാലം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ രവിചന്ദ്രൻ്റെ വെടിയേറ്റ വൻമരം എന്ന പ്രഭാഷണം സക്സസ്ഫുള്ളാണ്. പക്ഷെ എനിക്ക് ആ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് വെടിവെച്ച പാഴ്മരം എന്നാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, അതാണ് അതിൽ കണ്ടത്. പല വാദങ്ങളും അത് ഗോഡ്സെ അവതരിപ്പിച്ച വാദങ്ങളാണ്. അത് ഗോഡ്സെ പറഞ്ഞതാണ് എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രേതം ആവേശിക്കുന്നു. രവിചന്ദ്രൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രേതം ആവേശിക്കുന്നുണ്ട്. യുക്തിവാദിക്ക് പ്രേതം കയറില്ലാതിരിക്കുക നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അത് ശരിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, എന്തിനാണ് ഒരു നിഷ്ഠൂരമായ കൊലപാതകം ചെയ്ത ഒരാളുടെ അവർ അത് ചെയ്യാനുണ്ടായ കാരണങ്ങൾ നമ്മൾ അക്കമിട്ട് പറയേണ്ട ഒരു കാര്യം? അങ്ങനെ നമ്മൾ നാട്ടുനടപ്പ് കാണുന്നുണ്ടോ? അങ്ങനെ കാണാറില്ല. കാരണം ഏത് ക്രിമിനലിനും അയാൾ അങ്ങനെ ആയിപ്പോയതിനെ സംബന്ധിച്ചിട്ടുള്ള 10ഉം 100ഉം 150ഉം കാരണങ്ങൾ കണ്ടേക്കാം. പക്ഷെ നമ്മൾ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകളെ അങ്ങനെ അവരെന്തുകൊണ്ട് ചെയ്തു എന്ന് നമ്മൾ വിസ്തരിച്ച് പരിശോധിക്കാറില്ല. അങ്ങനെയാണ്. കാരണം അയാൾ ചെയ്തത് മാനവികതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പക്ഷേ രവിചന്ദ്രൻ എന്തുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, ഗോഡ്സെ എന്ന് പറയുന്നത് ഒരു ആശയമാണ്, വെറും ഒരു കൊലപാതകിയല്ല. ഗോഡ്സെക്ക് ഇവിടെ വോട്ടുണ്ട്, ഉന്നത കുലജാതരായ ആളുകളുടെ സപ്പോർട്ടുണ്ട്, നല്ല സമ്പന്നരായ ആളുകൾ, അധികാരമുള്ള ആളുകൾ ഗോഡ്സെയെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കൊലപാതകിയായിട്ട് പോലും അദ്ദേഹം ആ കൊല നടത്താനുള്ള കാരണങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത് ചെയ്താൽ നമ്മളിവിടെ കാണാറുണ്ട്, ഈ വോട്ട് ബാങ്ക് പിന്നിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികാരം പിന്നിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പറയാനും ഈ നാട്ടിൽ ആളുണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. നമുക്ക് ഇസ്ലാമിൻ്റെ വിഷയങ്ങളിലേക്ക് വന്നാൽ ഇത് നമ്മളിവിടെ കാണാം. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഗോത്രയുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു മുസ്ലിം ലോകത്തുള്ള എവിടെയെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് കേരളത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. പാലസ്തീൻ്റെ വിഷയം
നമ്മുടെ വിഷയമായിട്ട് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ ഉക്രൈനിലെ വിഷയം നമ്മൾ ഏറ്റെടുക്കുന്നില്ല, കാരണം ഉക്രൈനിന് ഇവിടെ വോട്ടില്ല. സുഡാനിൽ വംശീയ കലാപം നടന്നു, നമ്മളിവിടെ ആരും അത് ഏറ്റെടുക്കുന്നില്ല, കാരണം സുഡാൻകാർക്ക് ഇവിടെ വോട്ടില്ല. ഇതൊരു ആളെ പിടിക്കൽ തന്ത്രമാണ്. ആളെ പിടിക്കുക, എവിടെ ആളുണ്ട് അവിടെ ആളെ പിടിക്കുക, അതിനു വേണ്ടി ഇടപെടലുകൾ നടത്തുക. അങ്ങനെ നോക്കുമ്പോൾ ശ്രീ രവിചന്ദ്രൻ ആളെ പിടിക്കാൻ നടത്തിയ ഒരു ശ്രമമായിട്ട് മാത്രമാണ് എനിക്ക് ഇത് കാണാൻ കഴിഞ്ഞത്. അതിൽ അദ്ദേഹം സക്സസ് ആയോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിന് നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മറുപടി പറയേണ്ടത്. ഞാനത് അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ അടിയിലേക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഈ കാര്യത്തിൽ സക്സസ്ഫുൾ ആയിരുന്നു. ഒരാളുടെ 100 കണക്കിന് കമൻറ്റുകളാണ് കേട്ടോ. ചരിത്രം വിജയിച്ചവൻ എഴുതി, പരാജയത്തിൻ്റെ ഭാഗത്തും സത്യമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. ഗാന്ധിയുടെ അതേ മുസ്ലിം പ്രകടനമാണ് കോൺഗ്രസ് നടത്തുന്നത്, അതാണ് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണം. വേറൊരാൾ, അത് 169 ലൈക്ക്. ഗാന്ധിയെ കൊന്നതിന് പിന്നിൽ ഗോഡ്സെ നിരത്തിയ കാരണങ്ങൾ വായിച്ചപ്പോൾ അതെല്ലാം ന്യായമാണെന്നുള്ളതാണ് സത്യം. ഈ സ്പീച്ച് കേട്ടപ്പോൾ ഞാൻ ഉടൻ തന്നെ ഗൂഗിളിൽ പോയി 150 കാരണങ്ങളും എടുത്തു വായിച്ചു. ഗോഡ്സെ അങ്ങനെ ചെയ്തതിൽ പ്രത്യേകിച്ച് അതിശയിക്കാൻ ഒന്നുമില്ല. 84 ലൈക്ക്. അടുത്ത ആള്, ഗാന്ധിവധത്തെപ്പറ്റി 97 മിനിറ്റ് കൊണ്ട് ഇത്രയും വ്യക്തമായും വിശദമായും നിഷ്പക്ഷമായും മറ്റാരും പറഞ്ഞിട്ടില്ല. അടുത്ത ആള്, ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നായകനാണ് വില്ലൻ. അടുത്തൊരാളുടെ പേര് തന്നെ സമാധാനം വേണമെന്നാണ് കേട്ടോ അയാൾ എഴുതിയുള്ളത്. ഇത് കണ്ടാൽ ഗാന്ധിയോട് വിയോജിപ്പാണ് തോന്നുക. മറ്റൊരാൾ, ഗാന്ധിയെ തുറന്നു കാണിച്ചു, നെഹ്റുവിനെ കുറിച്ചും ഒരു നേർപഠനം അത്യാവശ്യമാണ്. അടുത്ത ആള്, ഗാന്ധി എന്ന വലിയൊരു കപട വിഗ്രഹം ഇതോടുകൂടി എൻ്റെ മനസ്സിൽ നിന്ന് തകരുന്നു. പോയിന്റ് ബൈ പോയിന്റ് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി, ഇസ്ലാം ചെയ്തു കൂട്ടിയ ക്രൂരതകൾ കൂടി വീണ്ടും മനസ്സിലായി. അടുത്തത് ഞാൻ അറിയുന്ന ഒരാളാണ്, നമ്മുടെ ചാനലൊക്കെ കാണുന്ന ഒരാളാണ്. We can depend on this lecture for gaining knowledge and clarity in line with the evidence available. I thank you for your careful and bold choice of topics to educate people scientifically. അടുത്ത ആള്, our schools should invite RC to give seminars to our next generation. ഒരു തലമുറയെ പോലും വിടാനുള്ള ഉദ്ദേശമില്ല. ഇത് കേട്ടിട്ട് ഗോഡ്സെയുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നിപ്പോകും. അടുത്തത്, യഥാർത്ഥത്തിൽ ഗാന്ധി ഒന്നുമായിരുന്നില്ല, ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് കൊണ്ട് ഇന്ന് അദ്ദേഹം വലിയൊരു മഹാനായി മാറി. ഞാനിത് എന്തിനാണ് ഇത്രയധികം വായിക്കുന്നത്? ഞാനിപ്പോൾ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ആരെന്ത് ഊഹിച്ചു അല്ലെങ്കിൽ ഞാനെങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഇതൊക്കെ പറഞ്ഞോട്ടെ. എന്താണ് റിസൾട്ട്? റിസൾട്ട് ഇതാണ് ഇതിൻ്റെ ഈ വീഡിയോയുടെ റിസൾട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊലപാതകിയെയും നമ്മൾ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ കാരണങ്ങൾ നിരത്തി അവതരിപ്പിച്ച് അവരെ ന്യായീകരിക്കാറില്ല. എന്തിനാണ് ഗോഡ്സെയെ രവിചന്ദ്രൻ ഇത്ര എന്താ പറയുക 1, 2, 3 എന്ന രീതിയിൽ അദ്ദേഹം ഗാന്ധിയെ കൊല്ലാനുണ്ടായ കാരണങ്ങൾ ഇത്രയധികം വിശദീകരിക്കേണ്ടത് എന്താവശ്യമുണ്ടായിരുന്നു? ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മത മേലധ്യക്ഷന്മാരും ആൾദൈവങ്ങളും ചെയ്യുന്ന അതേ പണി തന്നെ. ഗോഡ്സെയുടെ കൂടെ ആളുണ്ടാവും. ഈ ആൾ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അത് സാബു ഫിലിപ്പ് സാർ പറഞ്ഞു, ഇവിടെ കേരളത്തിൽ 20% വോട്ട് BJP പിടിക്കുന്നു. ഈ BJP 20% വോട്ട് പിടിക്കുന്നു വെച്ചാൽ BJPക്ക് വോട്ട് ചെയ്യുന്നത് ഹിന്ദുക്കളായതുകൊണ്ട് അത് 40% വോട്ടായിട്ട് കരുതാം. ഹിന്ദുക്കളിൽ 40% വോട്ട് പിടിക്കുന്ന ഒരു പാർട്ടിയുടെ ആ ആൾബലമാണ് ഈ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലെങ്കിൽ നമ്മൾ ഗോവിന്ദചാമി എന്തുകൊണ്ട് ഈ സൗമ്യയെ ബലാത്സംഗം ചെയ്തു? ഒരു 15 കാരണങ്ങൾ. കൊടിസുനി എന്തുകൊണ്ട് TPയെ വകവരുത്തി? ഒരു 15 കാരണങ്ങൾ.
ആളെ കിട്ടില്ല. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. മറ്റൊരു കാര്യം, എനിക്ക് സാബു സാറ് പറഞ്ഞ കാര്യത്തിനൊപ്പം അതിനെ ഒന്ന് പരാമർശിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. രവിചന്ദ്രൻ പറഞ്ഞ കാര്യം തന്നെയാണ് സാബു സാർ പറഞ്ഞത്. രവിചന്ദ്രനും BJPയും പറയാറുള്ളൊരു കാര്യമാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധിയുടെയോ കോൺഗ്രസിൻ്റെയോ സമരം കൊണ്ടൊന്നുമല്ല. അവരിത് ഇങ്ങനെ ഇവിടെ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ട് അതൊക്കെ കൊടുത്തതാണ്. അങ്ങനെയല്ല അത് ഉണ്ടായത്. അത് അവരതിൽ പങ്കെടുക്കാത്തത് കൊണ്ട് പറയുന്നതാണ്. അവർക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പങ്കും ഈ BJP പാർട്ടിക്കോ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിനും ഇല്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഇന്ത്യ പോലെ തന്നെ അത്രയ്ക്കും ഭൂവിഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഈ ബ്രിട്ടൻ എന്ന് പറയുന്നത് നമ്മൾ പറയുക സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപന്മാർ എന്നായിരുന്നു. ആഫ്രിക്കയിൽ ഇന്ന് ടാൻസാനിയ, കെനിയ, ഉഗാണ്ടയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങൾ മൊത്തം ഒരൊറ്റ ഭൂപ്രദേശമായിട്ട് ഈ ബ്രിട്ടീഷുകാർ ഭരിക്കായിരുന്നു. 47 അവരവിടെ നിന്ന് പോയില്ല, 57 പോയില്ല, 63 പോയത്. എത്ര രക്തരൂക്ഷിതമായ സംഘടനകളും കലാപങ്ങളും അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണ്ടായി. എന്താ ഇത് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ അന്നേ കൊടുക്കാമായിരുന്നില്ലേ? 47 കഴിഞ്ഞ് 57 കഴിഞ്ഞ് 63 വരെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളവിടെ, ഞാൻ ഈ കെനിയയിലൊക്കെ പോയിട്ട് അവിടെ മ്യൂസിയങ്ങളിലൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടത് തന്നെയാണത്. ഇവരെങ്ങനെ എളുപ്പത്തിൽ താലത്തിൽ വെച്ച് കൊടുത്തു പോയതൊന്നുമല്ല സ്വാതന്ത്ര്യം. എനിക്ക് സാബു സാറിനോടൊക്കെ പറയാനുള്ളത് അതൊരു തെറ്റായ ഇൻഫർമേഷനാണ് എന്നാണ്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. മറ്റു രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വളരെയധികം മാറ്റങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോൺ വയലൻസ് എന്നത് ഒരു മാർഗമായി സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു ലോഡ് ശവം വീഴാഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട എന്നാണ് എനിക്ക് ആദ്യ ഘട്ടത്തിൽ പറയാനുള്ളത്. താങ്ക് യു സജീവൻ. ഇത് തന്നെയാണോ ആ കമൻറ്റുകൾ വായിച്ചല്ലോ, ഈ രവീന്ദ്രൻ്റെ വീഡിയോയുടെ താഴെയുള്ള 100 കണക്കിന് കമൻറ്റുകൾ വായിച്ചാൽ വിഷമം തോന്നും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ കമൻറ്റുകൾ തന്നെയാണോ രവീന്ദ്രൻ ഉദ്ദേശിച്ചത്? ഈ വീഡിയോയുടെ ഒരു എൻഡ് റിസൾട്ടായിട്ട് ഇത് വരണം എന്ന് തന്നെയാണോ അദ്ദേഹം ആഗ്രഹിച്ചത് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം അവിടെ നിൽക്കുകയാണ്. മറ്റൊരു അതിനിശിതമായ ഒരു വിമർശനമാണ് സജീവൻ രവീന്ദ്രനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ വീഡിയോ ചെയ്തതിൻ്റെ പുറകിലുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള പ്രീണനം തന്നെയാണ്. ഇതാണ് സജീവൻ്റെ വാക്കുകൾ. എനിക്ക് തോന്നുന്നു സാബു സാറിന് ഇപ്പോൾ ഒരുപക്ഷെ സംസാരിച്ച ആളുകൾ എല്ലാവരും തന്നെ സാബു സാറിൻ്റെ വീക്ഷണങ്ങൾക്ക് വിപരീതമായ അഭിപ്രായങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. രവീന്ദ്രനെതിരെയുള്ള വാദമുഖങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനത്തേത് മുഴുവനായിട്ട് കേട്ട് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്നത് ബ്രിട്ടീഷുകാർ എങ്ങനെ വേറെ നിവൃത്തികേട് കൊണ്ട് തന്നുപോയതാണ് എന്ന മട്ടിലൊന്നും അങ്ങനെ വാദിക്കണ്ട എന്നാണ് സജീവൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ചർച്ചയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. വീണ്ടും സാബു സാറിലേക്ക് വരിക. ഹിസ്റ്ററി ഇതൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. ഇതിൻ്റെ വ്യാഖ്യാനം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ചരിത്രം, മലയാളത്തിലെ ചരിത്രം. പക്ഷേ ഫെമിനിസ്റ്റുകൾ പറയുന്നത് ഹിസ്റ്റോറി, പുരുഷൻ്റെ കഥ, ആണിൻ്റെ കഥ, അവൻ്റെ കഥ, ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ആണിൻ്റെ കഥ മാത്രമേ ഉള്ളൂ ചരിത്രത്തിൽ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും എന്ത് പഠിച്ചാലും, നമ്മൾ ഈ ഫ്രീഡം സ്ട്രഗിൾ പഠിച്ചാലും അവിടെ സ്ത്രീകൾ വളരെ നാമമാത്രമാണ്, അല്ലെങ്കിൽ ടോട്ടലി ആബ്സെൻ്റാണ്. ഇനി എനിക്ക് ഒരു വെർഷനുണ്ട്, ഞാൻ സ്വന്തമായി കണ്ടെത്തിയതാണ്. ഈ സ്ത്രീകൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവൻ്റെ കഥ അല്ലെങ്കിൽ അവളുടെ കഥ, ഹിസ് എന്നുള്ള വാക്ക് നിയമത്തിൽ പലപ്പോഴും ഹെർ എന്നും കൂടെ ഉപയോഗിക്കാറുണ്ട്. ഹിം എന്ന് പറഞ്ഞാൽ ഹെർ, അങ്ങനെ പല മാൻ എന്ന് പറഞ്ഞാൽ വുമൻ, അങ്ങനെയൊക്കെ ഉപയോഗിക്കും നിയമത്തിൽ. ഇവിടെ ഒരു വക്കീലൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹിസ് സ്റ്റോറി എന്ന് പറയുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കഥയാണ്. ആരാണ് അവൻ? അവൾ എഴുതുന്നവൻ, ചരിത്രം എഴുതുന്നവൻ. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്, എവിടെ വായിച്ചതല്ല. ഇന്ന് നടക്കുന്ന ഈ പരിപാടി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ പങ്കെടുത്തവരോ പ്രസംഗിക്കുന്നവരോ ഇതിൻ്റെ ഒരു ചരിത്രം എഴുതിയാൽ 10 പേരെഴുതി കഴിഞ്ഞാൽ 10 ചരിത്രമായിരിക്കും. ഇവിടെ പ്രസംഗിച്ച ആളുകളുടെ പേര് പോലും മാറിപ്പോവും.
പേര് പോലും മാറിപ്പോവും, അവർ പറഞ്ഞ കാര്യങ്ങൾ മാറിപ്പോവും. ഞാൻ പറഞ്ഞ കാര്യം സഖാവിൻ്റെ പേരിലിടും, സഖാവ് പറഞ്ഞ് എൻ്റെ പേരിലിടും. അങ്ങനെയാണ് ചരിത്രം ഉണ്ടാവുന്നത്. എഴുതുന്ന ആളുടെ ചിന്തകളും താല്പര്യങ്ങളും പക്ഷപാതിത്വങ്ങളും എല്ലാ ചരിത്രങ്ങളിലുണ്ട്. അത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിലുണ്ട്. ഞാൻ ബ്രിട്ടീഷുകാർ വിട്ടതിൽ ഇന്ത്യയിലെ ഫ്രീഡം സ്ട്രഗിളിന് ഒരു പങ്കുമില്ല എന്നല്ല പറഞ്ഞത്. നിരവധി കാരണങ്ങളുണ്ട്. അതിൽ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം വാങ്ങി തന്നു എന്ന ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ച ആ ഒരു വാചകത്തിൽ നിന്ന് ഞാൻ ഒരുപാട് മുന്നോട്ട് പോയി. ഞാൻ ഗാന്ധിയെ പഠിച്ചു. ഗാന്ധിയുടെ ആത്മകഥ പൈസ കൊടുത്തു വാങ്ങി പഠിച്ചു. ഗാന്ധിയെ പറ്റിയുള്ളൊരു ബുക്ക് എനിക്കൊരു സമ്മാനമായി കിട്ടി. അങ്ങനെയൊക്കെ ഞാനൊരു 10-30 വർഷം മുമ്പ് പഠിച്ചിരുന്നു. പിന്നീട് എനിക്ക് ആ കാലത്ത് തന്നെ ഗാന്ധിയോട് കടുത്ത എതിർപ്പുള്ള 1-2 കാര്യങ്ങളുണ്ട്. അത് ഒരെണ്ണം പറയാം, സമയമില്ലാത്തതുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ സെക്സുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്. കുട്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമേ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധം പാടുള്ളൂ എന്ന് ഗാന്ധി ഒരു കാലത്ത് പറഞ്ഞിരുന്നു, വിശ്വസിച്ചിരുന്നു. സുഖത്തിന് വേണ്ടി ലൈംഗിക ബന്ധം പുലർത്തരുത് എന്ന് പറഞ്ഞ ആളാ ഗാന്ധി. ഇനിയിപ്പോൾ ഞാൻ ഗാന്ധിയിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ മുഖ്യ വിഷയം സി രവിചന്ദ്രനായതുകൊണ്ട് ഗാന്ധി അവിടെ നിൽക്കട്ടെ. രവിചന്ദ്രൻ്റെ ഒരു പറയാം. രവിചന്ദ്രൻ്റെ ഈ വീഡിയോ ഞാൻ കേട്ടത് 2-3 ദിവസം മുമ്പാണ്. അതിനു മുമ്പ് ഞാൻ ഗാന്ധിയുടെ ആത്മകഥ ഒരല്പം വായിച്ചു. അത് 1920 വരെ കണ്ടുള്ളൂ. ഈ ഫ്രീഡം സ്ട്രഗിളൊന്നും അതിലില്ല. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഞാൻ ഇനിയുള്ള കഥ എഴുതുന്നില്ല, അത് പബ്ലിക് ഡൊമൈനുള്ളതാണ്, എൻ്റെ എല്ലാ മൂവ്മെൻറ്റും എല്ലാവർക്കും അറിയാം, എഴുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല. പിന്നീട് ഞാൻ വായിച്ചത് ഈ ഡബ്ലിൻ ബിനുയുടെ പുസ്തകം വായിച്ചു. പിന്നെ വായിച്ചത് ഗോഡ്സെയുടെ പുസ്തകം. നമുക്കൊരു കാര്യം പറയാം, ഈ ഗോഡ്സെയുടെ പുസ്തകം ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വായിച്ചു എന്ന് എനിക്കറിയില്ല. എന്തായാലും 2 പേര് വായിച്ചിട്ടുണ്ട്. ഒന്ന് സി രവിചന്ദ്രനും ഒന്ന് ഞാനും. ഇവിടെ വേദിയിരിക്കുന്നവരിലും അത് വായിച്ചവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പുസ്തകം എന്തുകൊണ്ട് നമ്മൾ വായിക്കാതിരിക്കണം? ഇപ്പോൾ എൻ്റെ സുഹൃത്ത് സജീവൻ ചോദിച്ചു, ഒരു കൊലപാതകി എന്തുകൊണ്ട് കൊന്നു എന്ന് നമ്മൾ എന്തിനറിയണം, എന്തിനതിനെക്കുറിച്ച് പ്രചരിപ്പിക്കണമെന്ന്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു വഴിയാത്രക്കാരനോ എന്നിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ജർമ്മനിയിലോ എവിടെയോ ഒരുത്തൻ ട്രക്ക് ഓടിച്ച് കുറേ ആൾക്കാരെ കൊന്നു. ഒരു എക്സ് മുസ്ലിം കുറേ ക്രിസ്മസ് ആഘോഷിക്കുന്നവരുടെ മുകളിൽ കൂടെ ഒരു ട്രക്ക് ഓടിക്കുമ്പോൾ നമ്മൾ അവനെ വെറുതെ വെടിവെച്ച് വന്നാൽ പോരാ, നമ്മൾ അറിയണം കാരണം എന്താണെന്ന്. അവൻ മുസ്ലിം ആണെങ്കിൽ പോട്ടെ, അവൻ്റെ മതത്തിൻ്റെ ഭ്രാന്ത് കൊണ്ട് കൊന്നു പറയാം. പക്ഷേ ഒരു എക്സ് മുസ്ലിമാണ് കൊന്നിരിക്കുന്നത്. അവർ കാരണം കണ്ടെത്തണ്ടേ? അവൻ നമ്മൾ പരിശോധിക്കണ്ടേ? അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കണ്ടേ നമ്മൾ? അവനെ കൊന്നോളൂ. ഗോഡ്സെയും മരിക്കാൻ തയ്യാറായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഗോഡ്സെയുടെ പുസ്തകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു സൈഡ്, ഗാന്ധിയുടെ ഘാതകരുടെ ഒരു സൈഡ്, ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ആൾക്കാരത് അതിനെക്കുറിച്ച് പ്രസംഗിക്കണ്ടേ, എഴുതണ്ടേ, വീഡിയോ ചെയ്യണ്ടേ? ആരും ചെയ്തില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു സ്പെഷ്യൽ ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രശ്നമാണത്. നമ്മുടെ ഒരു ഇക്കോസിസ്റ്റമാണ്. എന്നെക്കുറിച്ച് ഇദ്ദേഹം ഒരു ആരോപണം പറഞ്ഞു. ഞാൻ കാരാശ്ശേരി പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഏകദേശം യോജിപ്പാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു കോൺട്രാഡിക്ഷൻ അല്ലേ? അല്ല. കാരാശ്ശേരിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ ബിനു ചോദിക്കുന്ന ചോദ്യങ്ങൾ രവിചന്ദ്രൻ്റെ ആശയങ്ങളല്ല, ബിനുവിൻ്റെ ആശയങ്ങളാണ്. കാരണം എനിക്കത് പറയാൻ കാരണം, ഞാൻ ബിനുവിൻ്റെ പുസ്തകം വായിച്ചതിന് ശേഷമാണ് വെടിയേറ്റ വൻമരം കേട്ടത്. അത് വെടിയേറ്റ വൻമരത്തിൽ രവിചന്ദ്രൻ അങ്ങനെ സ്വന്തമായിട്ടൊരു ആശയങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. ഗോഡ്സെ ഇങ്ങനെ പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു, ഇവന് പറഞ്ഞു, ഈ പുസ്തകം അങ്ങനെയുണ്ട്. ചരിത്ര സംഭവങ്ങളെ അയാൾ വ്യാഖ്യാനിക്കുക. അയാളുടെ മനസ്സ്, രവിചന്ദ്രൻ്റെ മനസ്സ് എവിടെയാണെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ആഴത്തിലേക്കൊന്നും നമുക്ക് കടന്നു പോകാൻ കഴിയില്ല ഒരു മനുഷ്യൻ്റെ. അയാൾ കുറേ ഫാക്ട്സ് ആരും പറയാൻ മടിക്കുന്ന, കേരളത്തിലെ ഒരു എഴുത്തുകാർ എഴുതാത്ത, ആരും ചവിട്ടാത്ത വഴികളിൽ കൂടെ നടക്കുകയാണ്. അൺട്രേഡഡ് പാത്ത്. അങ്ങനെ പോകുന്ന റെയറസ്റ്റ് ഓഫ് റെയർ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ്ങാണ് കേരളത്തിലെ രവിചന്ദ്രൻ. ആരും ചവിട്ടാത്ത ഭാഗങ്ങൾ. സാധാരണ ദൈവമില്ല, പിശാചില്ല, കുട്ടിച്ചാത്തനില്ല, ഇങ്ങനെയുള്ള 3-4 വാചകങ്ങൾ മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. ഞാൻ ഈ കാരശ്ശേരി മാഷോട് ജനറലി യോജിക്കുന്നുണ്ടെങ്കിലും യോജിപ്പില്ലാത്ത കാര്യങ്ങൾ അതിലുണ്ട്. എനിക്കെല്ലാം ഓർക്കുന്നത് കാരണം എല്ലാം വളരെ സ്പീഡിൽ വായിച്ചതാണ്. ഒരു പോയിന്റ് പറയാം. രവിചന്ദ്രൻ പറയുന്നു, സെക്കുലറിസവും ഡെമോക്രസിയും, മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ അത് രണ്ടിനെയും വളവും വെള്ളമായി ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം വളരുന്നു. എന്നിട്ട് വളർന്നതിന് ശേഷം ഇസ്ലാം ഈ ഡെമോക്രസിയും എടുത്തു കളയും, സെക്കുലറിസവും എടുത്തു കളയും. ഇസ്ലാമിക രാജ്യങ്ങളിൽ സെക്കുലറിസം ഇല്ല, അവിടെ ഡെമോക്രസി ഇല്ല. അതിന് അദ്ദേഹം മറുപടി പറയുന്നത്, നമ്മുടെ കാരാശ്ശേരി മാഷ്, ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ്. അത് തെറ്റല്ലേ? ഇന്തോനേഷ്യയുടെ ജനാധിപത്യം ഇല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യത്ത്? നമ്മുടെ കേരളത്തിൽ ഇത്രയും കാലമായിട്ടും ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജീവിക്കുന്നില്ലേ? ഇവിടെ ജനാധിപത്യം മതേതരത്വം ഇല്ലേ? അതിനെ ചൂഷണം ചെയ്ത് ഇസ്ലാം വളരുന്നുണ്ടോ? ഇവിടെ ചോദിക്കുന്നതാണ്. രണ്ടും തെറ്റാണ് കാരശ്ശേരിയുടെ.
ഞാൻ കാരാശ്ശേരിയോട് ജനറലി യോജിക്കുന്നു പറഞ്ഞേ, എല്ലാം യോജിക്കുന്നതല്ല. അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളാണ്. അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം ജീവിക്കുന്നതും ചിന്തിക്കുന്നതും വായിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇക്കോ സിസ്റ്റം. അതിന് മലയാളത്തിൽ വാക്കറിയില്ല എനിക്ക്. ഒരു ഇക്കോ സിസ്റ്റമാണ്. രവിചന്ദ്രൻ ജീവിക്കുന്നത് വേറൊരു ഇക്കോ സിസ്റ്റത്തിലാണ്. ഞാൻ ഉദാഹരണം പറയാം, ചുണ്ട് ഉണങ്ങി പോവുകയാണ്. വേറെ ഉദാഹരണം, ഇന്തോനേഷ്യയിൽ എന്ത് ജനാധിപത്യം? ഒരു ഇസ്ലാമിക് രാജ്യത്ത് ജനാധിപത്യം ഇല്ല. അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ തന്നെ ജനാധിപത്യം കഴിഞ്ഞു. അള്ളയാണ് അവിടുത്തെ അധിപൻ. യഥാർത്ഥ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് പവർ റെസ്റ്റ് വിത്ത് ദ പീപ്പിൾ. ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങൾക്ക് മുകളിൽ രാജാവോ തന്ത്രിയോ മന്ത്രിയോ ഒന്നുമില്ല. പക്ഷേ ഇസ്ലാമിക് രാജ്യമായി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവിടെ ഇത് കഴിഞ്ഞു. ഇറ്റ് ഈസ് ഇസ്ലാമിക് റിപ്പബ്ലിക്. അള്ള സുപ്പീരിയർ, അള്ളയുടെ കീഴിലെല്ലാം ജീവിക്കുന്നത്. ഒന്ന്. രണ്ടാമത് കേരളം എടുത്തു. അദ്ദേഹം ചോദിച്ചു, കേരളത്തിൽ ഇത്ര കാലമായിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. സംഭവിച്ചു. 2016 മുതൽ കേരളത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികളെക്കാൾ കൂടുതലാണ്. ഈ സെക്കുലറിസവും ഡെമോക്രസിയും എടുത്തുകൊണ്ട് ഇസ്ലാം വളരുന്നു എന്ന രവിചന്ദ്രൻ്റെ പ്രസ്താവന വളരെ സത്യസന്ധമാണത്. രവിചന്ദ്രൻ പറയുന്ന എല്ലാ മണ്ടത്തരവും പൊട്ടത്തരമൊന്നുമല്ല. ഒരാളെ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചുമ്മാ അയാൾ തെരുവിളിക്കല്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വന്നത്. എൻ്റെ കൂടെ പറയാൻ ആരും ഉണ്ടാവില്ല എന്ന്. പക്ഷെ 10,000 പേര് ഒറ്റയ്ക്ക് നിന്നാലും ഞാൻ സത്യം വിളിച്ചു പറയും. രവിചന്ദ്രൻ പെർഫെക്റ്റ് മനുഷ്യനൊന്നുമല്ല, എല്ലാവരെയും കൊണ്ട് മനുഷ്യൻ. അയാൾക്കും തെറ്റുകുറ്റങ്ങളുണ്ടാവാം. അയാളുടെ പ്രഭാഷണങ്ങളിൽ വരുന്ന ചെറിയ തെറ്റുകൾ, ഒരു ചെങ്കിസ് ഖാൻ, ഒരു 8000 കിലോമീറ്റർ, ഇതെല്ലാം പിടിച്ച് എന്തുമാത്രം വിമർശനമായിരുന്നു. സത്യത്തിൽ ഞാൻ പറയാണ്, രവിചന്ദ്രനെ ഇന്ന് കേരളത്തിൽ നാസ്തികർക്കിടയിൽ ഒരാൾ ദൈവമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അദ്ദേഹത്തെ വെറുക്കുന്നവരും ശത്രുക്കൾ മാത്രമാണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരല്ല. ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ ഒത്തിരി മിസ്റ്റേക്ക് ഞാൻ കാണാറുണ്ട്. ഞാൻ നിയമം പഠിച്ച ആളാണ്. നിയമത്തിൻ്റെ മേഖലയിലൊക്കെ കയറി പുള്ളി പ്രസംഗിക്കും. അപ്പോൾ തെറ്റുകൾ നമുക്ക് മനസ്സിലാവും. സയൻസ് പഠിച്ചവർക്ക് സയൻസിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാവും. ആർക്കാ തെറ്റില്ലാത്ത? ഇപ്പം ഞാനിവിടെ 10 മിനിറ്റ് പറയുമ്പോഴേക്കും 5 തെറ്റ് ഇദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. അത് സ്വാഭാവികമാണ്. ഇവിടെ സംസാരിച്ച ഓരോരുത്തരും ഞാൻ തെറ്റ് കാണുന്നുണ്ട്. തെറ്റെല്ലാവരും കാണാൻ കഴിയും. പക്ഷേ അയാളിൽ മാത്രം അയാളെ ഊന്നിക്കൊണ്ട് അയാളുടെ കുറ്റങ്ങൾ വിളിച്ചു പറഞ്ഞ് അയാൾക്കെതിരായിട്ട് മീറ്റിംഗ് നടത്തി അയാൾക്കെതിരായിട്ട് ചർച്ചകൾ സംഘടിപ്പിക്കുക, അയാളെ ഒരു ആൾദൈവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ പേര് അധികം വൈകാതെ ശ്രീ രവിചന്ദ്രൻ എന്നാവും. അല്ല, ശ്രീ വേറെ ആൾക്കുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ശ്രീ എന്ന് വയ്ക്കാം. 3 ശ്രീ വേണ്ടി വരും. കാരണം വേറെ രവി എന്ന് പറഞ്ഞാൽ വേറെത്തരുണ്ട്, ഡബിൾ ശ്രീ. ഇത് ട്രിപ്പിൾ ശ്രീ ആയിക്കോട്ടെ, അങ്ങനെ പോകേണ്ടി വരും. എന്നോട് ഞാൻ ഒരിക്കൽ രവിചന്ദ്രനോട് പറ്റി 2 വാക്ക് പറഞ്ഞപ്പോൾ എന്നോട് ആൾ ചോദിക്കുകയാണ്, താങ്കൾ അധികം വൈകാതെ രവിചന്ദ്രൻ്റെ പ്രതിമ ഉണ്ടാക്കുമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഇപ്പോൾ ഈ ഐഡിയ ഇട്ടത് നന്നായി. ഞാൻ 5000 രൂപ സംഭാവന ചെയ്യും, ഒരു വെങ്കല പ്രതിമ ഞങ്ങൾ കൊല്ലത്ത് വയ്ക്കുമെന്ന് പറഞ്ഞു. അർഹിക്കുന്നുണ്ട്. വകുപ്പുകളുടെ പ്രതിമ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. രവിചന്ദ്രൻ്റെ ഒരു പ്രതിമ കൊല്ലത്ത് വയ്ക്കാൻ ഞാൻ മുന്നേ എടുക്കാൻ പോവാം. എന്താ കുഴപ്പം? നോക്ക്, എനിക്ക് ഇവരൊക്കെ പൈസ തരണം. എനിക്ക് 5000 വെച്ച് തരും, എല്ലാവരും പൈസ തരും. എന്താ കുഴപ്പം? കൊല്ലം ജംഗ്ഷനിൽ കൊല്ലത്തിൻ്റെ പുത്രൻ, കേരളത്തിൻ്റെ പുത്രൻ, നവോത്ഥാന നായകൻ. കൈയടിച്ചോ. നവോത്ഥാന നായകൻ. ഈ നൂറ്റാണ്ടിലെ 21-ാം നൂറ്റാണ്ടിലെ കേരളം കണ്ട ഒരു നവോത്ഥാന നായകനാണ് മനുഷ്യൻ. അയാൾ ഈ വീഡിയോ ചെയ്തില്ലേ, ഈ 1.5 മണിക്കൂർ നേരം സംസാരിച്ചില്ലേ? ഞാൻ ജസ്റ്റ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ പലതും ഞാൻ കോളേജിൽ പഠിച്ചതോ അതിനുശേഷം വായിച്ചതോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബുക്കുകളൊക്കെ വായിച്ചതാണ്. അല്ലെങ്കിൽ അയാൾ സ്വന്തമായിട്ട് കൈനിട്ട് പ്രസംഗിക്കല്ല. എന്തുമാത്രം ഗവേഷണം, എന്തുമാത്രം പഠനം, ഉറക്കമില്ല ഊണില്ല മനുഷ്യന്. അങ്ങനെ ചെയ്യുന്നൊരു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന ഇടമറുക്, കോവൂരടക്കമുള്ള പല പ്രഗത്ഭരായ യുക്തിവാദികൾ പോലും ഈ പുതിയ തലമുറയ്ക്ക് അറിയില്ല. അവർ കേട്ടിട്ട് പോലുമില്ല. ഇടമറുകിൻ്റെ ഒക്കെ പേര് കേട്ടിട്ടില്ല. അവർക്ക് ആകെ അറിയുന്നൊരു പേര് രവിചന്ദ്രൻ. ഒന്ന് അയാളെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ തെറി വിളിക്കുക. താങ്ക് യു അഡ്വക്കേറ്റ് സാബു ഫിലിപ്പ്. ഇതിൽ ഒരു പോയിന്റിൽ ഇടപെടാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന് പുസ്തകത്തിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതല്ല, രവീന്ദ്രൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന ഒരു വാദം അമ്പേ തെറ്റാണ്. കാരണം ഈ പ്രസംഗം ഏറ്റവും കുറഞ്ഞത് 2 തവണയെങ്കിലും കേട്ട ആളാണ് ഞാൻ. പുസ്തകം ഒരുമാതിരിയൊക്കെ ഒരു തവണ മുഴുവനായും പിന്നെ പലപ്പോഴായിട്ട് അവിടുന്ന് ഇവിടുന്ന് കേട്ട് വായിച്ച ഒരാളാണ് ഞാൻ. മിക്കവാറും ആ പ്രഭാഷണത്തിലെ രവീന്ദ്രൻ്റെ പ്രഭാഷണത്തിലെ പോയിന്റുകളെ തന്നെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ പ്രതിമ നിർമ്മാണം അത് നടക്കട്ടെ, അത് രവീന്ദ്രന് ഒരു പ്രതിമ ഉണ്ടാവട്ടെ, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ പ്രതിമകൾക്കും പറ്റുകയാണെങ്കിൽ രവീന്ദ്രൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു അവധി ദിവസവും പബ്ലിക് ഹോളിഡേ ഉണ്ടാവണം. കാരണം പക്ഷേ എൻ്റെ ഒരു സംശയം കേരളം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ, നവോത്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളാവട്ടെ, സാംസ്കാരിക രംഗത്തെ പ്രശ്നങ്ങളാകട്ടെ, വികസനത്തിൻ്റെ പ്രശ്നങ്ങളാകട്ടെ, ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന എത്ര വീഡിയോ ഉണ്ട് രവീന്ദ്രൻ്റെ എന്ന ഒരു ചോദ്യം
ചോദിക്കുകയാണ്. എന്തായാലും അടുത്തത് വേണുചേട്ടനാണ്. എനിക്ക് തോന്നുന്നു സജീവൻ നമ്മൾ 3:30 പറഞ്ഞിരിക്കുന്നത്. എന്നാലും 5 മിനിറ്റ് വീതം ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. വേണുചേട്ടൻ. ഞാൻ നേരത്തെ പ്രശാന്ത് പത്മനാഭൻ ഉന്നയിച്ചൊരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും അഹിംസ, ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു സൈദ്ധാന്തിക പ്രായോഗിക നിലപാടായിരുന്നല്ലോ അഹിംസ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ആധുനിക മതേതര ജനാധിപത്യ പ്രക്രിയയിലെ മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം അദ്ദേഹം തൻ്റേതായ രീതിയിൽ അവതരിപ്പിച്ചു എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ഈ അഹിംസ എന്ന് പറയുന്നത്, അതായത് അക്രമങ്ങളില്ലാതെ സംഘർഷങ്ങളില്ലാത്ത ഒരു സാമൂഹിക ഘടന, ശരിക്കും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും അക്രമം പാടില്ല. അക്രമമോ ശത്രുതയോ ഒന്നും ഇല്ലാതെ ആശയവ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ സാമൂഹ്യ ഘടന അഹിംസയാണ്. ജനാധിപത്യം അഹിംസയിൽ അധിഷ്ഠിതമെന്നൊന്നും സൈദ്ധാന്തികമായി നമ്മൾ പറയാറില്ല, പക്ഷേ ഫലത്തിലതാണ്, പ്രായോഗികമായി അതാണ്. അപ്പം യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത നേരത്തെ പറഞ്ഞ മതസൗഹാർദ്ദത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമൂഹം എന്നത് ആധുനിക മതേതര ജനാധിപത്യ സമൂഹത്തിൻ്റെ കൃത്യമായ പ്രായോഗികമായ അടിസ്ഥാനം തന്നെയാണ്. അഹിംസയുടെ പ്രാധാന്യം അതാണ്. അദ്ദേഹം അതിന് അമിതമായി പ്രാധാന്യം നൽകി എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഏറ്റവും ശക്തമായ അടിസ്ഥാനം അഹിംസ തന്നെയാണ്. അഹിംസ എന്ന രീതിയിലല്ല ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മളത് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഫലത്തിലത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അക്രമ മാർഗങ്ങൾ ഉപയോഗിക്കാതെ, സംഘടനകൾ ഉപയോഗിക്കാതെ എല്ലാം പരസ്പരം ചർച്ച ചെയ്ത് എത്ര രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പരസ്പര വിനിമയത്തിലൂടെ, പരസ്പരമുള്ള ചർച്ചയിലൂടെ പരിഹരിച്ചെടുക്കുക എന്ന ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ അഹിംസയാണ്. മഹാത്മാഗാന്ധി അത് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ എല്ലാ മൊത്തത്തിലുള്ളൊരു പ്രായോഗികവും സൈദ്ധാന്തികവുമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം, കേന്ദ്രബിന്ദു എന്ന രീതിയിൽ അഹിംസയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം ഒരിക്കലും ജനാധിപത്യത്തെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ മതേതരത്വത്തെക്കുറിച്ചും വേണ്ടിയിട്ടില്ല. പക്ഷേ മതസൗഹാർദ്ദവും അഹിംസയും ഫലത്തിൽ മതേതര ജനാധിപത്യ സമൂഹത്തിൻ്റെ കൃത്യമായ സാമൂഹ്യ അടിസ്ഥാനങ്ങൾ തന്നെയാണ്. അത് നടപ്പിലാക്കിയെടുക്കുന്നതിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആധുനിക സമൂഹത്തിൻ്റെ അടിസ്ഥാനം. പിന്നെ വേറൊന്ന്, ഇവിടെ ഈ പാകിസ്ഥാൻ പ്രശ്നം ഉന്നയിക്കേണ്ടായി. തീർച്ചയായിട്ടും ഗാന്ധിജിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നു. നിസ്സഹായനായി നോക്കി നിൽക്കുക മാത്രമായിരുന്നു. അങ്ങേറ്റം സങ്കടപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം വിഭജനത്തെ ഒരു രീതിയിലും അംഗീകരിച്ചിരുന്നില്ല, ഉൾക്കൊള്ളാനും തയ്യാറായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പിടിയിൽ നിന്നെല്ലാം പുറത്തായിരുന്നു കോൺഗ്രസ്സും അതിൻ്റെ തീരുമാനങ്ങളും, പിന്നെ ബ്രിട്ടീഷ് അന്നത്തെ വൈസ്രോയിയുടെയൊക്കെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിസ്സഹായനായി സങ്കടപ്പെട്ട് നോക്കി നിൽക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു വേണുചേട്ടാ. പ്രശാന്ത്. ഞാൻ പെട്ടെന്ന് പറയാം. ഇവിടെ നേരത്തെ ഉന്നയിച്ച ഒരു അഡ്വക്കേറ്റ് ഷാബു ഫിലിപ്പ് പറഞ്ഞതിന് ഒരു മറുപടി കാരശ്ശേരി മാഷിൻ്റെ ഈ പുസ്തകത്തിലുണ്ട്. സെക്കുലറിസവും ജനാധിപത്യവും ഒരു രാഷ്ട്രത്തിന് ആപത്താണ്, അതുള്ളിടത്ത് അതിൻ്റെ മണ്ണ് ഉപയോഗിച്ച് ഇസ്ലാം തഴച്ചു വളരും എന്ന ഹിന്ദുത്വ ആരോപണം രവിചന്ദ്രന് മുന്നോട്ട് വെക്കുന്നു. ഈ വാക്കുകൾ എങ്ങനെ കാണുന്നു? അതിനുള്ള ഉത്തരം, ഈ പ്രസ്താവനയിൽ ഇസ്ലാം മതത്തോടുള്ള മുൻവിധി നിറഞ്ഞ കയ്പുണ്ട്. പല നൂറ്റാണ്ടുകൾ മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിരുന്നല്ലോ, എന്നിട്ടിപ്പോഴും ഇവിടെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. ഇത് രാജാധിപത്യ കാലത്തെ കഥയാണ്. കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായി ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട്. ഈ ഉത്തരത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. കാരണം ഇന്തോനേഷ്യയിലെ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർ, മുഗൾ രാജവംശം, ഇതെല്ലാം നാഥുറാം ഗോഡ്സേക്ക് ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ഞാൻ രവിചന്ദ്രനെ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ്. കാരണം ഈ ഒരു ഗോഡ്സെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളിപ്പോൾ വന്നിട്ടുണ്ട്. ചില MP-മാർ, ചില പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഈ ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടാക്കി വെടിവെക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി പബ്ലിക്കായിട്ട് ഇതിനെ തള്ളിപ്പറഞ്ഞു. കാരണം ലോകത്തിന് ഇന്ത്യയുടെ ഇമേജ് എന്ന് പറയുന്നത് ഗാന്ധിജിയാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആളെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അദ്ദേഹം 2014 ഭരണം
കിട്ടിയപ്പോൾ ആദ്യം നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് 1200 സാൽ കാ ഗുലാമി സെ ആസാദി, 1200 വർഷത്തെ സ്ലേവറിയിൽ നിന്നുള്ള മോചനമാണെന്ന് പറയുന്നത്. ഈ 200 വർഷം എന്ന് പറയുന്നത് മനസ്സിലാക്കാം കൊളോണിയൽ സമയമായിരുന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്ത സമയം. ബാക്കി ഇവിടെ ഇഴുകിച്ചേർന്ന് ഈ ഭാരത സംസ്കൃതിയുടെ ഭാഗമായിരുന്ന പല രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗത്തെ മാത്രം എന്തുകൊണ്ടാണ് 800 വർഷം ഇന്ത്യ അടിമത്തത്തിലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരശ്ശേരി മാഷിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സോക്രട്ടീസ്, ജീസസ്, അത് കഴിഞ്ഞ് ഗാന്ധിജി, ആ ഒരു ക്രമത്തിലാണ് ഞാൻ വെക്കുന്നത്. അത് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകത്തിൽ ഗോഡ് ഡെല്യൂഷൻ എന്ന പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ രവിചന്ദ്രൻ നിരീശ്വരവാദിയാണെന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹം പുസ്തകമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സോക്രട്ടീസിൻ്റെ ഈ സെർമൺ ഓൺ ദി മൗണ്ട് എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് ശേഷം ഗാന്ധിജിയിലൂടെയാണ് പുറത്തു വരുന്നത് എന്ന് റിച്ചാർഡ് ഡോക്കിൻസാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നു, പാർട്ടീഷൻ്റെ സമയത്ത് ലോകത്തില്ലാത്ത അത്രയധികം ആളുകൾ, 1 മില്യൺ ആളുകൾ കൊല്ലപ്പെടുന്നു, 15 മില്യൺ ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആകുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, മതം. ആ മതത്തിൻ്റെ പേരിലുള്ള വിഭജനം, അതിന് എതിരായിട്ട് നിന്നയാളെ അംഗീകരിക്കുന്ന ആളുകളാണ് ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യുക്തിവാദികൾ പോലും. അപ്പോൾ എവിടെയാണ് യുക്തിവാദത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കിയാലും ഗാന്ധിജിയെ കുറ്റം കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗാന്ധിജിയുടെ തത്വശാസ്ത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് വളരെ റിലവൻ്റ് ആയിരുന്നു, ഇന്നും റിലവൻ്റാണ്. കാരണം ഗാന്ധിജിയുടെ പല ഐഡിയാസും നമ്മുടെ ഭരണഘടനയിൽ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉള്ള മെമ്പേഴ്സ് ഗാന്ധിയൻ ഐഡിയൽസിൽ സ്വാധീനിപ്പെട്ടിട്ടുണ്ട്. ആർട്ടിക്കിൾ 17 പറയുന്നത് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തു. ലോകത്തൊരു ഭരണഘടനയിലും ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലികാവകാശങ്ങളുടെ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു പ്രൊഹിബിഷൻ കാണാൻ കഴിയില്ല, ഒരു പ്രൊഹിബിഷനാണ്. പിന്നെ ആർട്ടിക്കിൾ 25 പറയുന്നത് ഇന്ത്യ സെക്കുലർ ആയിരിക്കുമ്പോഴും ഹിന്ദു മതത്തിലുള്ള ആരാധനാലയങ്ങൾ എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആർട്ടിക്കിൾ 25 സബ് ക്ലോസ് 2 പറയുന്നു. ഇതൊക്കെ ഗാന്ധിജിയുടെയും ഡോക്ടർ അംബേദ്കറിൻ്റെയും ഒക്കെ ആശയങ്ങളാണ്. ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ അസംബ്ലി ചെയർമാനായിട്ട് വരണമെന്ന് സജസ്റ്റ് ചെയ്തത് തന്നെ ഗാന്ധിജിയാണ് എന്നൊരു വാദമുണ്ട്. കാരണം അവർ ഐഡിയോളജിക്കലി ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിലും നെഹ്റു കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിച്ച സമയത്ത് ഗാന്ധിജിയാണ് അഡ്വൈസ് ചെയ്യുന്നത്, ഇന്ത്യക്കാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്, കോൺഗ്രസ് പാർട്ടിക്കല്ല. അപ്പോൾ എല്ലാ വിഭാഗത്തു നിന്നുള്ളവർ, അതിൽ ഈ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഉൾപ്പെടെയുള്ളവർ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ട് വരികയാണ്. അതേപോലെ വേറൊരു കാര്യം, ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് പറയണമെങ്കിൽ പഞ്ചായത്തി രാജ് ഗാന്ധിജിയുടെ ആശയമായിരുന്നു, ഗ്രാമസ്വരാജ്, ഗ്രാമങ്ങളിൽ ഭരണം എത്തുക എന്നുള്ളത്. അടുത്തത് ഈ തൊഴിലുറപ്പ് സംവിധാനം, സാധാരണ ജനങ്ങളിലേക്ക് അധികാരം എത്തിച്ചു കൊടുക്കുക. ഇതൊന്നും ഗാന്ധിജിയെ എതിർക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് പോലും എതിർക്കാൻ കഴിയാത്ത രീതിയിൽ ഗാന്ധിജിയുടെ ഐഡിയാസ്, ആശയങ്ങൾ രൂഢമൂലമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് ലിംഗ്വിസ്റ്റിക് പ്ലൂറലിസമാണ്. ഭാരതം ഹിന്ദു, മുസ്ലിം, ബാക്കി എത്രയോ മതവിഭാഗങ്ങൾ, ഇവിടെ 4 മതങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഭാഷാ വൈവിധ്യം, ലോകത്ത് വേറൊരു രാജ്യത്തും ഇല്ലാത്ത ഇത്രയും വൈവിധ്യമുള്ള രാജ്യത്ത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നുള്ളത് ഗാന്ധിജിയുടെ പ്രോമിസായിരുന്നു. നെഹ്റു അത് നടപ്പാക്കി. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വന്നപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഭാഷയെ അംഗീകരിക്കാത്ത ഒരു രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്ന് നോക്കണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് നോക്കുക. ജിന്ന ഒരു മതത്തിൻ്റെ പേരിലാണോ, മതത്തിൻ്റെ പേരിൽ ആളുകളെ കൺസോളിഡേറ്റ് ചെയ്തു. രാജ്യം കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഏത് രീതിയിൽ വേണം എന്ന് അറിയില്ലായിരുന്നു. നടത്തിക്കൊണ്ടുപോകുന്ന സെക്കുലറായിട്ട് വേണോ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണോ, മതമാണെങ്കിൽ എങ്ങനെ വേണം. പർവേസ് ഹുഡ്ബോയ് എന്ന് പറയുന്ന ഒരു റാഷണലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജിന്നയ്ക്ക് ഒരു നല്ലൊരു വക്കീലിനെ പോലെ ഫൈറ്റ് ചെയ്ത് രാജ്യം കിട്ടി, പക്ഷേ അതെങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് അറിയില്ല. അതിനുശേഷം നിങ്ങൾ ഉറുദു സംസാരിക്കണമെന്ന് ഈ ബംഗ്ലാ സംസാരിക്കുന്ന ജനങ്ങളോട് പോയി പറയുകയാണ്. അവിടെ മുതൽ വിഭജനത്തിൻ്റെ ആ ഒരു ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാജ്യം ഉണ്ടായി മാറുകയാണ്. ശ്രീലങ്കയിലെ തമിഴര് ആ ഒരു വംശത്തിൻ്റെ പേരിൽ, എത്നിസിറ്റി, ലാംഗ്വേജിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന ഫൈറ്റ്, അത് വയലൻ്റ് മെത്തേഡിലൂടെയാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയും വലിയ പ്രശ്നങ്ങളാണ്. ഭാഷയെ അംഗീകരിക്കാതിരിക്കുന്ന രാജ്യങ്ങളിലുണ്ടാകുന്ന പ്രശ്നമാണ്. ഏറ്റവും അവസാനമായിട്ട് ഗാന്ധിജിയുടെ ഒരു കാര്യം കൂടി പറയാം. ഗാന്ധിജിയെ ഇന്ന് ഇന്ത്യ തിരസ്കരിക്കുന്നോ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളൊക്കെ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാതെ പോകുമ്പോൾ ലോകം മുഴുവൻ ഗാന്ധിജി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതുപോലെ നേരത്തെ ഉണ്ടായിരുന്നത് നമുക്ക് വേണ്ട ലോകം ഏറ്റെടുത്ത ആളാണ് ബുദ്ധൻ. ബുദ്ധന് ശേഷം ഗാന്ധിജിയെയും ലോകം ഏറ്റെടുത്തിരിക്കുകയാണ്. താങ്ക് യു പ്രശാന്ത്. സജീവനിലേക്ക് അവസാനിപ്പിക്കുക. സാബു സാർ പറഞ്ഞ് സീരിയസ് ആയിട്ടാണോ? ഈ പ്രതിഭ വരുമോ?
ഈ പ്രതിമ വന്നാലേ ഉടയ്ക്കാൻ പറ്റുള്ളൂ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉടയ്ക്കപ്പെട്ടിട്ടുള്ള പ്രതിമ ആരുടെയാണെന്നറിയോ സാറിന്? ലെനിൻ്റെയാണ്. ആയിരക്കണക്കിന് പ്രതിമകളാണ് അദ്ദേഹത്തിൻ്റെ ഉടഞ്ഞിട്ടുള്ളത്. ഗാന്ധി, പക്ഷെ ഗാന്ധിയെ ഉടയ്ക്കാൻ കഴിയുമോ? അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ സാധനം ഉണ്ടാക്കിയാലാണ് ഉടയ്ക്കാൻ തോന്നുക, ഉടയുക. കാരണം വേറെ പ്രത്യയശാസ്ത്രം വരുമ്പോൾ അവരത് ഉടച്ചു കളയും. അതുകൊണ്ട് ഇല്ലാതിരിക്കുക, നവോത്ഥാന നായകന്മാർക്ക് പ്രതിമ ഇല്ലാതിരിക്കുകയാണ് നല്ലത്. രവിചന്ദ്രൻ്റെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അത് മൂന്നാൾ മനുഷ്യൻ്റെ തലച്ചോറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, തലച്ചോറിലെ മനുഷ്യരുടെ ഫിയർ ബട്ടണിൽ ഞെക്കുന്നു, മുസ്ലിങ്ങളോടുള്ള ഭയം. രണ്ട്, ഈ മറ്റൊരു ബട്ടണുണ്ട്, അത് ഹെയ്റ്റിൻ്റെ ബട്ടനാണ്. അത് ആ ബട്ടനാൾ ഞെക്കുന്നു. മൂന്നാമത് ഗ്രഡ്ജിൻ്റെ ബട്ടൺ, അതായത് പകയും അസൂയും. ഈ 3 ബട്ടനും എത്രത്തോളം ഞെക്കുന്നു അത്രയ്ക്കധികം ആൾ കൂടും. അതാണ് എൻ്റെ ഒരു സംഭവം. അദ്ദേഹം എത്രയും വേഗം ആ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം നിർത്തിയാൽ അത്രയും നല്ലത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സജീവൻ. എന്തായാലും നമ്മൾ ചർച്ച ഒരു 5 മിനിറ്റ് കൂടുതലെടുത്ത് 3:30 നിർത്തേണ്ടതായിരുന്നു. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ, ഞാൻ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചു. ഈ ഗാന്ധി വധത്തെ വളരെ ലളിതവൽക്കരിക്കുകയും അല്ലെങ്കിൽ ആദർശവൽക്കരിക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങളോട് കേരളീയ സമൂഹത്തിന് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എന്തിൻ്റെ അടിസ്ഥാനത്തിലായാൽ പോലും. അപ്പോൾ ഗാന്ധിയെ ഒരു വെടിയുണ്ട ഗാന്ധി ഏറ്റുവാങ്ങുമ്പോൾ അതിനെ ഗോഡ്സെ പൂമാലയിട്ടു എന്നാണ് രവീന്ദ്രൻ പറയുന്നത്. അമ്മാതിരി ഒരു ഇന്ത്യ സൃഷ്ടിച്ച ഏറ്റവും വലിയ മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു പ്രസംഗമായിരുന്നു അത് എന്ന് പറയാതെ വയ്യ. എന്തായാലും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ഇവിടെ ഉയർന്നു വന്നു. ചർച്ചകൾ ഉണ്ടാവട്ടെ, സംവാദങ്ങളുടെ തലം കൂടുതൽ വിശാലമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. അപ്പം ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും കാണികൾക്കും